حمدا كثيرا طيبا مباركا والحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال إني ذاهب إلى ربي سيهدين. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹുദ ഉംറ ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 15-ാം തീയതി പുറപ്പെടാനിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ കുറച്ച് ഹാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ ക്ലാസ്സാണ് നാം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുപ്പത്തി 39 ആളുകളാണ് ആ യാത്രക്കായി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 40 സീറ്റുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 പേര് വന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 41 ആവും. അതുകൊണ്ട് 39 ആണ് നിൽക്കുന്നത്. അഥവാ അമീറടക്കം 39 പേരുടെ ഒരു ടീമായിട്ടാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം പുറപ്പെടാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുഖഭാവങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സ് വായിച്ചെടുക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പുണ്യഭൂമിയിലേക്ക്, വിശുദ്ധ കഅബാലയത്തിൻ്റെ ചാരത്ത് ചെന്നണയാൻ ആ പവിത്രമായ പുണ്യ പ്രദേശങ്ങളിലൂടെ കുറച്ച് ദിവസം കഴിച്ചുകൂട്ടാനുമുള്ള അദമ്യമായ ആഗ്രഹം, അത് എത്തിച്ചേരാനുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അള്ളാഹുവിൻ്റെ ഭവനം, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ, അവിടുത്തെ പ്രബോധന വീതിയിലെ ഒട്ടനവധി ചരിത്ര സ്ഥലങ്ങളും അതിൻ്റെ ഓർമ്മകളുമൊക്കെ നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് ഒരു ഉംറയിലൂടെ അതിൻ്റെ ഭാഗമായി നാം വരുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും വളരെ ലളിതമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കെട്ടിക്കൊടുക്കുകളോ മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങളോ അത് ചെയ്യാനുള്ള വലിയ ഭാരമോ ഒന്നുമില്ല. പ്രത്യേകിച്ച്
ഹജ്ജും ഉംറയും അത് വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ രൂപം ബഹുമാന്യനായ സുഹൃത്ത് ഷമീർ സലാഹി ഇവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൻ്റെ അമീറായി പോവുകയും മിനിഞ്ഞാന്ന് തിരിച്ച് വരികയും ചെയ്തത്. കഴിഞ്ഞ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി പോയി വരാൻ കഴിഞ്ഞ ഒരു ട്രിപ്പാണ്. ആ ട്രിപ്പിൽ പോയ ചില സഹോദരിമാരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക്, അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സന്തോഷം തരുന്ന കാര്യവുമാണ്, ഒപ്പം ദുരിതം പെയ്തിറങ്ങുന്ന ഒന്നുമാണ്. ഏതൊരു യാത്രയും അങ്ങനെ നമ്മളത്രയൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയാലും പൊടുന്നനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ വരാം. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാവലുണ്ടാവുകയും പ്രയാസങ്ങൾ ഏതുമില്ലാതെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി തിരിച്ചെത്താൻ സാധിക്കുകയും ചെയ്യണമെങ്കിൽ നാം എത്രയൊക്കെ മുന്നൊരുക്കം നടത്തിയാലും അതിന് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് കൂടി വേണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, നാം ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. അള്ളാഹുവിൻ്റെ ആ ഒരു അനുഗ്രഹത്തിനും അവൻ്റെ റഹ്മത്തിനും ഇടപെടലിനുമൊക്കെ വേണ്ടി നമ്മൾ നിരന്തരം ദുആ ചെയ്യണം എന്നാണ് ഉണർത്താനുള്ളത്. യഥാർത്ഥത്തിൽ ഹജ്ജാകട്ടെ ഉംറയാകട്ടെ അത് നമ്മുടെ ജീവിതം മാറ്റിപ്പണിയാനുള്ള ഒരു യാത്രയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ടൂറുകൾ പോകുന്നവരാണ്. ഒറ്റക്കും കൂട്ടുകാരോടൊപ്പവും ഫാമിലിയായുമൊക്കെ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിരന്തരം നമ്മൾ യാത്രകൾ ചെയ്യുന്നവരാണ്. ഈ യാത്രകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പരിശുദ്ധമായ കഅബാലയത്തിലേക്കും റസൂലുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലേക്കുമുള്ള നമ്മുടെ ഈ യാത്ര. അതുകൊണ്ട് തന്നെ ആ ഒരു നിയ്യത്ത് നമുക്കുണ്ടാകണം. എങ്ങോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്? സൗദി അറേബ്യയിലേക്കാണ്. ജിദ്ദയിലാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. ജിദ്ദ എയർപോർട്ടിൽ വിമാനമിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന വലിയ ഒരു ബോർഡുണ്ട്. അതിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്, അഹ്ലൻ വസഹ്ലൻ യാ ളയൂഫുർ റഹ്മാൻ. അള്ളാഹുവിൻ്റെ അതിഥികളായ അടിമകളെ, നിങ്ങൾക്ക് സ്നേഹ സ്വാഗതം. ഊഷ്മളമായ വരവേൽപ്പ് അവിടെ ഹാജിമാരെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അതിഥികളായിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. അപ്പം മക്കത്തേക്ക് എന്ന് പറയുമ്പോൾ, പരിശുദ്ധമായ കഅബയിലേക്ക് എന്ന് പറയുമ്പോൾ, അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആ ഒരു മണ്ണിലേക്ക് ആദ്യം ഇഹ്റാം ചെയ്ത, നിയത്ത് ചെയ്ത് പുറപ്പെട്ട പ്രവാചക പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകമാണ്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ മക്കത്തേക്കല്ല, സൗദി അറേബ്യയിലേക്കല്ല. അതൊക്കെ ശരി ഉത്തരങ്ങളാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ശരിയായൊരു ഉത്തരം അള്ളാഹുവിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നതാണ്. പടച്ച റബ്ബ്, ആ റബ്ബിൻ്റെ ഷിആറുകൾ, അടയാളങ്ങൾ ഓരോന്നും കൺകുളിർക്കെ കാണുക എന്നതാണ്. അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് ഈ ഒരു ലോകത്ത് നമുക്ക് നടക്കുന്ന കാര്യമല്ല. നാളെ പരലോകത്ത് ഉണ്ടാകുന്ന
അത്യത്ഭുതകരമായ അഭൂതപൂർവമായി അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടരായ അടിമകൾക്ക് കിട്ടുന്ന മഹാസൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം കിട്ടിയ അപൂർവം വ്യക്തികൾ പ്രവാചകന്മാരാണ്. മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ റജബിൻ്റെ അവസാന ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. റജബിലാണ് ഇസ്രാവും മിഅ്റാജും ഉണ്ടായത്. അള്ളാഹുവിൻ്റെ റസൂൽ ജിബ്രീലിനോടൊപ്പം നടത്തിയ അത്യത്ഭുതകരമായ യാത്രയിൽ അള്ളാഹുവിനെ കാണുകയും അള്ളാഹുവുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു സന്ദർഭം കൂടിയാണ്. ജിബ്രീലിന് പോലും ഒരതിർത്തി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹയുടെ ഉന്നതമായ അർശിൻ്റെ ആ തലങ്ങളിലേക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് കടന്നു ചെന്നിട്ടുണ്ട്. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ മഹിതമായൊരു കർമ്മത്തിൻ്റെ സുന്ദരമായ നേർക്കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലുന്നു എന്നതാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഏറ്റവും വലിയ സവിശേഷതയായി നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് നമ്മുടെ യാത്ര. ആ യാത്ര ഒരുപക്ഷെ തിരിച്ചു വന്നുകൊള്ളണമെന്നില്ല. അതല്ല, തിരിച്ചു വരികയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞത് പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ വിശുദ്ധിയോടെ തിരിച്ചു വരുന്നു എന്നതാണ്. ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം നിഷ്കളങ്കനാണ്. പാപക്കറകളില്ലാതെ യാതൊരു നിലക്കുമുള്ള ജീർണതകളില്ലാത്ത പരിശുദ്ധമായ നിഷ്കളങ്കമായ സ്ഫടിക സമാനമായ ഒരു ഹൃദയത്തോടു കൂടിയാണ് ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത്. ആ കുട്ടിയുടെ മോണ കാട്ടി ചിരി കാണുമ്പോൾ നമുക്കെന്തൊരു സന്തോഷമാണ്, ആനന്ദമാണ്. അതിനോടാണ് റസൂലുള്ള ഒരു ഹാജിയുടെ മടക്കത്തെ ഉപമിച്ചത്. അത്ര വിശുദ്ധമായി തിരിച്ചു വരാൻ സാധിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം. ആ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു കരുതൽ നിങ്ങളിലേക്ക് പകർന്നു തരിക എന്നതാണ് ഈ ഒരു ഒത്തുചേരലിൻ്റെ താല്പര്യം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും റസൂലുള്ള നമസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട്, സല്ലി സലാത്ത മുവദ്ദിഇ, നിങ്ങളുടെ ഓരോ നമസ്കാരവും അത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് കരുതി നമസ്കരിക്കണം എന്നതാണ്. ഒരു വിടവാങ്ങുന്ന നമസ്കാരക്കാരൻ്റെ ചിന്തയോടെ നിങ്ങൾ നമസ്കരിക്കണം. നമ്മളിപ്പോൾ അസർ നമസ്കരിച്ച് ഇവിടെ ഇരിക്കുകയാണ്. മഗ്‌രിബിലേക്ക് നമ്മൾ എത്തുമോ എന്നത് ഒരു ഉറപ്പുമില്ല. നമ്മൾ 15-ാം തീയതി അള്ളാഹു അനുഗ്രഹിച്ചാൽ പരിശുദ്ധമായ ആ മണ്ണിലേക്ക് കടന്നു ചെല്ലും. നമ്മുടെ ആയുസ്സിൽ ഒരുപാട് വട്ടം ചെയ്യുന്നതല്ല ഉംറയും ഹജ്ജും ഒന്നും. അധിക ആളുകളും ജീവിതത്തിൽ ഒരു പ്രാവശ്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതാനും ചില ഉംറകളോ ഹജ്ജോ ഒക്കെയാണ് വലിയ സാമ്പത്തിക സൗകര്യമുള്ളവർക്ക് പോലും ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അസുലഭമായ സന്ദർഭത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പൊരുത്തവും ഒക്കെ നേടിയെടുത്തുകൊണ്ട് നമുക്ക് ഈ യാത്രയെ സഫലമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. പരമാവധി നമ്മുടെ യാത്ര എളുപ്പമാക്കി തരാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കി പരമാവധി ഒരു യാത്രയിൽ പറയാറുണ്ട്, ഒരു യാത്രയുടെ കംഫർട്ട് എന്ന് പറയുന്നത് പരമാവധി ലഗേജുകൾ കുറയ്ക്കുക എന്നതാണ്. ഫ്രീ ആയി പോകാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നോ അത്രത്തോളം യാത്ര സുഖകരമായിരിക്കും. ആവശ്യമില്ലാത്ത ലഗേജുകൾ യാത്രയിൽ പ്രയാസമുണ്ടാകും. ഞാൻ സൂചിപ്പിച്ച ലഗേജുകൾ നമ്മുടെ ബാഗിലുള്ള ലഗേജുകൾ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കുശുമ്പും അസൂയയും വഴക്കും വിദ്വേഷവും അകൽച്ചയും അങ്ങനെ തുടങ്ങി ഒരുപാട് ലഗേജുകൾ ആവശ്യമില്ലാത്ത നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഒന്ന് ഇവിടെ ഒഴിവാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ സാധിക്കേണ്ടത്. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞു തീർത്തും, സാമ്പത്തികമായി തീർക്കേണ്ടതാണെങ്കിൽ അങ്ങനെയൊക്കെ തീർത്തും, അത് പടപ്പിനോടാണെങ്കിൽ പടപ്പിനോടും അള്ളാഹുവിനോടാണെങ്കിൽ അള്ളാഹുവിനോടുമൊക്കെ ആ കൊള്ളക്കൊടുക്കകളും ഹക്കിടപാടുകളുമൊക്കെ പൂർത്തിയാക്കി നിർവഹിച്ചും നമുക്ക് നിർമ്മലമായൊരു മനസ്സോടെ ഈ യാത്രക്ക് വേണ്ടി പോകാനും ഒരുങ്ങാനും സാധിക്കണം എന്നതാണ്. പടച്ചറബിൻ്റെ അതിഥികളായി കടന്നു ചെല്ലുന്ന ഓരോ ഹാജിയും അനുഭവിക്കുന്ന അവിസ്മരണീയമായ ആനന്ദവും
ആ ഒരു സന്തോഷവും ഉണ്ട്. ഇതൊരു തീർത്ഥയാത്രയാണ്. തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ ആത്മീയമായൊരു തലമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ടൂറ് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് കാഴ്ചകൾ കാണുക, പരമാവധി എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക എന്നതൊക്കെയാണ്. പക്ഷെ ഒരു ഉംറ യാത്രികനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാടൊന്നും കാണാനൊന്നുമില്ല. ഇപ്പൊ സിയാറത്തിന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സിനെ വശീകരിക്കുന്ന അത്ര വലിയ കാഴ്ചകളൊന്നും ആ മരുഭൂപ്രദേശത്ത്, മക്കയിലാണെങ്കിൽ രണ്ട് ഭാഗത്തും ചെങ്കുത്തായ പാറമലകളും അതിനപ്പുറത്തേക്ക് പോയാൽ വിശാലമായ മരുഭൂമികളുമാണുള്ളത്. മദീനയിൽ ചെന്നാലും ശാന്തമാണ് മദീന മുനവ്വറ. അവിടെ ഒന്നും അങ്ങനത്തെ കാഴ്ചകളൊന്നുമില്ല. അവിടെ നമ്മളെ ആവേശഭരിതരാക്കാനിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ആ പ്രാർത്ഥന തന്നെയാണ്. ദിക്റുകളും ദുആകളും നമ്മുടെ മനസ്സ് വല്ലാതെ നീറി തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നാം ഇപ്പം കടന്നു പോകുന്നത്. അതുകൂടി സൂചിപ്പിച്ചാൽ അവസാനിപ്പിക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വേദനാജനകമായ ഒരു സന്ദർഭത്തിലൂടെയാണ്. നമ്മുടെ പള്ളികൾ ഇടിച്ചു നിരത്തപ്പെടുന്ന, നമ്മുടെ അടയാളങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്ന, മുസ്ലിം സമുദായത്തിൻ്റെയും ഈ ഉമ്മത്തിൻ്റെയും ഇസ്സത്തായി നിലനിന്നിരുന്ന എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന, എന്തിനേറെ നമ്മുടെ പൗരത്വം പോലും വലിയ പ്രശ്നമായി മാറുന്ന ഒരു കാലിക സാഹചര്യത്തിൽ ആണ് നിങ്ങൾ വിശുദ്ധമായ മണ്ണിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഈ നാടിന് വേണ്ടിയും ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുകയും മനസ്സ് നൊമ്പരപ്പെട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഉംറയുടെ ക്ലാസ് ലളിതമായ ഒരു ചെറിയ സദസ്സാണിത്. വലിയൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യങ്ങളില്ല. നിങ്ങൾക്കറിയാം, ഇതിൽ പലരും വിദേശത്ത് താമസിച്ചവരും ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തവരും പ്രബുദ്ധവുമായ ഒരു ടീമാണ് നമ്മുടെ ഈ ഒരു ഉംറ ഗ്രൂപ്പിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ചാവക്കാട് ഏരിയയിൽ നിന്നുള്ളവർ. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രഭാഷണത്തിൻ്റെയും ക്ലാസിൻ്റെയും ഒന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകളും മാനസികമായ നമ്മുടെ ഒരു മുന്നൊരുക്കവുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഈ ഒരു ഒത്തുചേരൽ നിമിത്തമാകട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മിൽ നിന്ന് അള്ളാഹു ഇത് സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു പുണ്യയാത്രയിൽ എല്ലാവരെയും നിങ്ങൾ കൂടെ കരുതി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു ദുആ വസിയത്തോടുകൂടി ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അൽഹുദ ഗ്രൂപ്പിൻ്റെ അമീറായിട്ടുള്ള ഷമീർ സലാഹിയെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു പരിപാടിയിലേക്ക്, ഈ ഒരു ഒത്തുചേരലിലേക്ക് വളരെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين حمدا كثيرا طيبا لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നുമില്ലാതെ നേരിട്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അൽഹുദ ഗ്രൂപ്പിനെ കുറിച്ചാണ്. അൽഹുദ ഉംറ ഗ്രൂപ്പിൽ നിങ്ങളിത് സെലക്ട് ചെയ്ത് ഉംറയ്ക്ക് പോകുമ്പോൾ എന്താണ് അൽഹുദ ഗ്രൂപ്പ്, എന്തിനാണത് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാൻ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പള്ളി ചാവക്കാട് ചേറ്റുവക്കടുത്ത് അടുതിരുത്തി, അവിടെ നമ്മുടെ ഒരു പള്ളിയുണ്ട്. ചെറിയൊരു പള്ളിയാണ് എങ്കിൽ പോലും അവിടെ പ്രത്യേകിച്ച് അതിൻ്റെ പരിപാലന ഫണ്ടിലേക്ക് പൈസ തരാനൊന്നും ആളില്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും
പള്ളിയിലെ നീക്കുപോക്കുകൾ മുന്നോട്ട് പോകാൻ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു ഇങ്ങനൊരു ഉംറ ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്ന് പിന്നെ അവിടെയുള്ള കുറച്ച് ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗമായ അമീർക്ക അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ കൂടെ സംസാരിച്ച് ചർച്ച ചെയ്ത് നീണ്ടുനിന്ന മാസങ്ങളെന്നോ വർഷങ്ങളെന്നോ പറയാം, ഒരുപാട് കാലങ്ങളുടെ ചർച്ചകൾക്കിടയിലാണ് പെട്ടെന്നൊരു ദിവസം പിന്നെ നമുക്ക് ചർച്ചയൊക്കെ അവസാനിപ്പിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് 2 ഗ്രൂപ്പ് പോയി. ഇത് 3ാമത്തെ ഗ്രൂപ്പാണ്. നിങ്ങൾ കഴിഞ്ഞ ഗ്രൂപ്പിനെ കുറിച്ച് താജുദ്ദീൻ സലാഹിയോട് സൂചിപ്പിച്ചത് വളരെ സന്തോഷമായിരുന്നു. പോയവർക്കെല്ലാം വളരെ തൃപ്തിയായിരുന്നു. നമ്മൾ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭവിഹിതം പോകുന്നത് ആ ഒരു പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയാണ്. അത് 2-3 മാസങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ അത് മനസ്സിലാക്കണം. ലാഭം എടുക്കാതെ ഒരാളും കൊണ്ടുപോകൂല. അപ്പം ഇനിയിപ്പോൾ ഗ്രൂപ്പിലൊന്നും പോകേണ്ടതില്ല, അവർ കൊള്ള ലാഭം എടുക്കുകയാണ്, നമുക്ക് പിന്നെ ഒറ്റയ്ക്കൊക്കെ പോകാം എന്ന് വിചാരിച്ചാൽ പോലും എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. അല്ലാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണോണ്ടൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര പൈസ തന്നെ നമുക്ക് ചിലവാകും. ഈ 85,000 രൂപ അതല്ലെങ്കിൽ അതിലധികം രൂപ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മാത്രമല്ല റൂം അന്വേഷിച്ച് ഭക്ഷണം അന്വേഷിച്ച് പിന്നെ എല്ലാ ദിക്കുകളിലും നമ്മൾ നടന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. ആകെ ഒരു മാനസികമായും ഒക്കെ പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇത് നിങ്ങളൊന്നും അറിയണ്ട. ഇവിടെ നിശ്ചയിക്കുന്ന തുക അത് ഓരോ യാത്രയിലും വ്യത്യസ്ത തുകകളായിരിക്കും. അപ്പോൾ അത് അപ്പത്തെ സാഹചര്യത്തിനനുസരിച്ച് ട്രാവൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും പൈസ നമ്മൾ നിശ്ചയിക്കുക. അപ്പോൾ പിന്നെ അത് നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ബാക്കി നിങ്ങൾക്ക് എന്താണ് ചെലവ് വരിക അത് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കും. നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി വാങ്ങുന്ന പൈസ കഴിഞ്ഞു. അത് ഇന്നത്തോടുകൂടി നിങ്ങൾ തരുമ്പോൾ അതോടുകൂടി കഴിഞ്ഞു. ബാക്കി പിന്നെ ഐച്ഛികമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പിന്നാലെ റൂം അന്വേഷിച്ചോ ഭക്ഷണം അന്വേഷിച്ചോ ഒന്നും നിങ്ങൾ പോകേണ്ട ആവശ്യം വരില്ല. ഈ പൈസയിൽ നിന്ന് നിങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ഉംറയ്ക്ക് പോകുന്നു, നിങ്ങളൊരു ഇബാദത്തിന് പോകുന്നു, അതിലൂടെ അല്ലാഹുവിൻ്റെ പ്രതിഫലം നേടിയെടുക്കുന്നു. അതോടൊപ്പം ഒരു വിഹിതം നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കുമ്പോൾ ഒരു പള്ളി പരിപാലനത്തിൻ്റെ ഒരു ചെറിയൊരു വിഹിതം കൂടെ നിങ്ങൾ നൽകുന്ന ഫണ്ടിലേക്ക് വരിക. ഞാനിത് പറയുന്നത് പലരും പിന്നെ പല സംഘടനകൾക്ക് വേണ്ടി നടത്തുന്നവരുണ്ട്, വ്യക്തിലാഭങ്ങൾക്ക് വേണ്ടി നടത്തുന്നവരുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയെങ്കിൽ മാത്രമാണ് ശരിയായ രൂപത്തിൽ നമുക്ക് താമസിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ നമുക്ക് ഇബാദത്തുകൾ ചെയ്തൊക്കെ തിരിച്ചു വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു അത്ഭുത ഗ്രൂപ്പിൽ നിങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ ഒരു പള്ളി പരിപാലനത്തിന് വേണ്ടി നീങ്ങുന്നുണ്ട്. നമ്മൾ തുടർച്ചയായിട്ട് പിന്നെ 2-3 മാസത്തോളം അത് കൊടുത്തിട്ടുണ്ട് എന്നതും സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയാം. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 15-ാം തീയതി നമ്മൾ പോകുമ്പോൾ അതിൻ്റെ കൃത്യമായ സമയവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങളെ അറിയിക്കും. ഫെബ്രുവരി 15-ാം തീയതിയാണ് നമ്മൾ പോവുക. അപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യസമയം അത് നമ്മൾ അറിയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അന്ന് നമ്മൾ പോകുമ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുളിച്ച് ഇഹ്റാമിൻ്റെ കുളി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നെഗോ പിന്നെ അതുപോലെ തന്നെ മുടിയൊക്കെ വെട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ നമ്മൾ പിന്നെ അതിന് വാങ്ങേണ്ട ചില യാത്രക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില വസ്തുക്കൾ. അത് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഗ്രൂപ്പ് ഇൻഷാ അല്ലാഹ് ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നിങ്ങൾ നോക്കണം. ഉംറക്ക് പോണത് വരെ അല്ല, ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും
ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ വ്യാപിച്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ തരാൻ പിന്നെ അതുപോലെ നിങ്ങൾക്ക് അത് കിട്ടാനും ഒക്കെ എളുപ്പമുള്ള സംവിധാനങ്ങൾ നമ്മൾ അതിലൂടെ വാട്സപ്പിലൂടെ സെറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ലളിതമാണ്, നമുക്ക് ലളിതമാണ്. പക്ഷെ നിങ്ങളത് എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഉംറയുമായി വല്ല ബന്ധപ്പെട്ട വല്ല വിവരങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, പരിശോധിക്കുകയും പിന്നെ ചിലപ്പോൾ വീട്ടിൽ ഉംറയ്ക്ക് വരാത്തവരായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ആ വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉംറയ്ക്ക് വരുന്ന ആളുകളോട് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയും വേണം. ഓക്കെ. അപ്പോൾ ആ പിന്നെ വസ്തുക്കളൊക്കെ ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങി വെക്കുക. എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നിങ്ങൾ വാങ്ങി വെക്കുകയും നമ്മൾ യാത്ര പറയാന്ന് പറഞ്ഞാൽ ഞാനൊരു ഉംറയ്ക്ക് പോവുകയാണ് എന്നുള്ളത് നാലാൾ അറിയിക്കലല്ല ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞാൻ പോകുന്നത് എൻ്റെ റബ്ബിങ്കിലേക്കാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ നിന്നൊരല്പം പോലും നാലാളെന്നെ ഞാൻ ഉംറയ്ക്ക് പോകാണെന്ന് അറിയട്ടെ എന്ന ലക്ഷ്യമോ എന്നെ ആളുകൾ ഹാജി എന്ന് വിളിക്കണമെന്ന ലക്ഷ്യമോ ഒന്നും ആഗ്രഹമൊന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലില്ലാതെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് യാത്ര പറയാം. ആരെങ്കിലോടും ചിലപ്പോൾ സാമ്പത്തികമായും മറ്റുള്ള പറമ്പിന്റെ പേരിലോ ഒക്കെ നമുക്ക് പല ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ തീർക്കണം. അതിനൊരു മടിയും നമ്മൾ കാണിക്കരുത്, അല്ലെ? എൻ്റെ കൂടെ മുമ്പൊരിക്കൽ ഉംറയ്ക്ക് വന്ന ഒരു സഹോദരൻ, മൗലവി നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിച്ചു, പക്ഷേ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, അതായത് ബന്ധങ്ങൾ ചേർക്കണം, അത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ് മൗലവി, അത് കഴിയില്ല. കാരണം അത് പിന്നെ എൻ്റെ കാരണം കൊണ്ടല്ല ഞങ്ങൾ അകന്നു പോയത്. എൻ്റെ ഒരു പ്രശ്നവും എൻ്റെ ഒരു വാക്കോ എൻ്റെ പ്രവൃത്തിയോ വന്നിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടും അവരുടെ കാര്യങ്ങൾ കൊണ്ടും അകന്നു പോയവരാണ് ഞങ്ങൾ, അല്ലേ? എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചേർത്തി തന്ന ബന്ധം, നമ്മുടെ ഉമ്മ ആരായിരിക്കണം, ബാപ്പ ആരായിരിക്കണം, നമ്മുടെ മക്കൾ ആരായിരിക്കണം, നമ്മുടെ ഇണ ആരായിരിക്കണം, നമ്മുടെ ഉമ്മാന്റെ കുടുംബക്കാരാകണം, നമ്മുടെ ഉപ്പാന്റെ കുടുംബക്കാരാകണം, ഇതൊക്കെ തീരുമാനിച്ചത് ആരാ? നമ്മളാണോ? നമ്മുടെ ഉമ്മാരാകണം അപ്പാരാകണം തീരുമാനിച്ചത് നമ്മളാണോ? അല്ല, അത് അല്ലാഹു തീരുമാനിച്ച് അല്ലാഹു ചേർത്തി തന്നതാണ്. അല്ലാഹു ചേർത്തിയതിനെ മുറിക്കാൻ നമുക്ക് അവകാശമില്ല. മുറിച്ചാൽ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ശാപകോപത്തിലാണുള്ളത്. അങ്ങനെ അല്ലാഹുവിന്റെ ശാപകോപത്തിൽ നിലനിൽക്കെ നമ്മളെ നിസ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ ഉംറ ചെയ്തിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. കുടുംബബന്ധം മുറിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുള്ള സദസ്സിൽ എന്ത് ചെയ്യില്ല, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂല എന്നാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ നമ്മുടെ അടുത്തല്ല കാരണമെങ്കിൽ പോലും നമ്മൾ പോകണം, സംസാരിക്കണം, എല്ലാം പൊറുക്കണം, അല്ലെ? എല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അള്ളാഹു പോലും നമ്മളോട് പൊറുക്കുന്നു. ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് നമ്മൾ പറയും, അല്ലെ? അതുപോലെ തന്നെ വഹ്ഷിയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയും. ആരാ ഹിന്ദും ആരാ വഹ്ഷിയും? ഉഹുദിന്റെ രണാങ്കണത്തില് ഹംസ റളിയല്ലാഹുവിനെ പിന്നെ എറിഞ്ഞു വീഴ്ത്തിയ വഹ്ഷി, അതിന് പിന്നെ സമ്പത്ത് എറിഞ്ഞു കൊടുത്ത എന്റെ ശരീരം തരാമെന്ന് പ്രോത്സാഹനം നൽകിയ ഹിന്ദെന്ന പെണ്ണ്, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായ സാഹചര്യം, അസദുള്ള എന്ന് വിശേഷിപ്പിച്ച സഹാബി, സയ്യിദു ശുഹദാ എന്ന് വിശേഷിപ്പിച്ച സഹാബിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹുവിനെ കൊന്ന വഹ്ഷിയുടെ, എറിഞ്ഞു വീഴ്ത്തിയ വഹ്ഷിയുടെ പേര് കേൾക്കുമ്പോഴും അതിനുവേണ്ടി പ്രചോദനം കൊടുത്ത ഹിന്ദുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് നമ്മളിന്ന് പറയുന്നുണ്ടെങ്കിൽ ആകാശ ലോകങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന റബ്ബ് കാണിച്ച കാരുണ്യം കൊണ്ടാണല്ലോ. ആ അണ്ടകടാഹങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന റബ്ബ് പോലും നമുക്ക് എന്ത് ചെയ്യുന്നു? മാപ്പ് നൽകുന്നു, നമ്മളോട് കരുണ കാണിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് മാപ്പ് കൊടുത്തുകൂടാ? അള്ളാഹനത്രൊന്നും നമ്മളില്ലല്ലോ, എന്തുകൊണ്ട് നമുക്ക് കാരുണ്യം കാണിച്ചുകൂടാ? അതുകൊണ്ട് താഴേണ്ട അടുത്തൊക്കെ താഴ്ന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ താജുദ്ദീൻ സലാഹി പറഞ്ഞതുപോലെ നമ്മളിഞ്ഞ് വരോ എന്ന് നമുക്കൊരു ഉറപ്പില്ല. നമ്മൾ തിരിച്ചു വരുമോ എന്ന് പറയാൻ നമുക്കൊരു ഉറപ്പില്ല. വസിയത്തുകൾ അത് പറഞ്ഞു വെക്കണം, വസിയത്തുകൾ അത് എഴുതി വെക്കണം. എന്തെങ്കിലും വസിയത്തുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെച്ചിട്ടായിരിക്കണം. സ്വഹാബത്തുണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, 2 ദിവസത്തിൽ കൂടുതൽ വസിയത്തുകൾ എഴുതി വെക്കാതെ ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ പിന്നെ ഉപദേശം കിട്ടിയത് മുതൽ ഒരു രാത്രി പോലും ഞങ്ങൾ വസിയത്തുകൾ എഴുതി വെക്കാത്തതായിട്ട്. എന്താ വസിയത്ത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത്ര ഇടപാടുകളുണ്ട്, ഇന്ന ബാധ്യതകളുണ്ട്, ഇന്ന കടങ്ങളുണ്ട്, അത് വീട്ടിലുള്ള നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബക്കാരോട്, നമ്മുടെ ഭാര്യയോട് ഒക്കെ നമ്മൾ പറഞ്ഞു വെക്കണം, അത് എഴുതി വെക്കണം. അത് എഴുതി വെച്ചിട്ടല്ലാതെ രാത്രി പോലും ചെയ്യാൻ പാടില്ല, കഴിച്ചു കൂട്ടരുത്, ഉറങ്ങരുത് എന്ന് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക നിർദ്ദേശമുള്ള വിഷയമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം അതൊന്നും നമ്മൾ പറയാതെ എഴുതാതെ പോയി നമ്മൾ മരണപ്പെട്ടാൽ അതൊക്കെ നമ്മുടെ കർമ്മങ്ങളെ ബാധിക്കും. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും, നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. ഇതൊക്കെ യാത്രയ്ക്ക് മുന്നേ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുന്ന അന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുളിക്കുക. അല്ലെ, ഞാൻ പറഞ്ഞു മുടി കളയുക, മുടി വെട്ടാനുണ്ടെങ്കിൽ നഖം വെട്ടാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നഖം വെട്ടി ചെറുതാക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, കുളിക്കുക. ഇതെന്തിനാ പറയുന്നത്, മുടി വെട്ടണം, നഖം മുറിക്കണം എന്ന് പറഞ്ഞ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ തഹല്ലുലാകുന്നത് വരെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് പിന്നെ ഉംറയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നുമില്ല. അതൊക്കെ 2-3 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, ഉംറന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തഹല്ലുലാവും. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഹജ്ജിലൊക്കെയാണ്. എന്നാൽ പോലും ആ നിയമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഇനി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് കുളിക്കുക, അതുപോലെ തന്നെ വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കുളിക്കുക, അതുപോലെ അതായത് പിന്നെ നമ്മുടെ ഗുഹ്യഭാഗത്തിലെ അഴുക്കുകളെല്ലാം മുന്നിലും പിന്നിലും ഒക്കെ ശരീരത്തിന്റെ പിന്നെ അഴുക്ക് ബാധിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പിന്നെ ചെളികളെല്ലാം നീക്കം ചെയ്തിട്ട്, പിന്നെ വൃത്തികേടുകൾ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ വുദു എടുത്തതിന് ശേഷം തല നന്നായി കഴുകിയതിനു ശേഷം നമ്മുടെ ശരീരത്തിന്റെ വലത്തെ ഭാഗം മുന്നിലും ബാക്കിലും, പിന്നെ ഇടത്തെ ഭാഗം മുന്നിലും ബാക്കിലും, അവസാനം നമ്മുടെ കാല് കഴുകുക. ഇതാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും വലിയ അശുദ്ധിയാകുമ്പോഴും അതുപോലെ തന്നെ ഇഹ്റാമിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ കരുതൽ, അല്ലാ ഞാൻ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്ന ആ ഒരു കരുതലോടുകൂടി, ഉദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, കുളിക്കുകയും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ സ്ത്രീകള് പിന്നെ വസ്ത്രം ധരിക്കുക. ഇഹ്റാമിന്റെ വസ്ത്രം നിങ്ങൾ ഏതാണോ ധരിക്കുന്നത് അതാണ് സ്ത്രീകളുടെ വസ്ത്രം. പുരുഷന്മാരുടെ വസ്ത്രം അത് നിങ്ങൾ വാങ്ങി വെക്കുക, വാങ്ങാത്തവർ വാങ്ങി വെക്കുക. വാങ്ങി വെച്ച് അത് നമ്മൾ മാറ്റുന്നത് എവിടെയാണ്, നമ്മൾ എയർപോർട്ടിൽ നിന്നാണ് മാറ്റുക. എയർപോർട്ടിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ സംവിധാനങ്ങൾ, ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ, നിസ്കാര മുറികളൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രസ്സ് വസ്ത്രം അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഇമിഗ്രേഷനും ബോഡി പാസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം ഫ്രീ ആയിട്ട് നമ്മൾ 1-2 മണിക്കൂർ ഇരിക്കുന്ന ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ വസ്ത്രം നമ്മൾ പിന്നെ ഇഹ്റാമിന്റെ വേഷമൊക്കെ നമ്മൾ മാറിയിരിക്കുക. അപ്പോ പിന്നെ അതുമായി പിന്നെ ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ഇഹ്റാമിന്റെ വേഷം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഏതൊന്നും ധരിക്കാം. പുരുഷന്മാർക്ക് പിന്നെ ഒരു മേൽമുണ്ടും ഒരു അരമുണ്ടും അല്ലാത്ത വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. ബെൽറ്റ് അത്യാവശ്യക്കാർക്ക് ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വസ്ത്രത്തിന്റെ കാര്യത്തിൽ പിന്നെ അടിവസ്ത്രങ്ങളും ഒക്കെ മാറ്റി പിന്നെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നത്. ആ രൂപമാണ് ഇഹ്റാമിന്റെ വേഷം. ആ വസ്ത്രം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഷോപ്പിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം നമുക്ക് എല്ലാ ഷോപ്പുകളിലും ടെക്സ്റ്റൈൽസുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് നമ്മൾ വാങ്ങി ഇൻഷാ അല്ലാഹ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തെ അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട്, അതുപോലെ തന്നെ വാഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രാർത്ഥിക്കുക, ബിസ്മില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ പോവുക ഇൻഷാ അല്ലാഹ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാര്യങ്ങൾ, അതിന് നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അമീറിനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ ആമുഖമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതൊരു യാത്രയാണ്. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ആ പരീക്ഷണത്തിന്, ആ പ്രയാസങ്ങൾക്ക് ഈ ഗ്രൂപ്പിനെ കുറ്റം പറഞ്ഞിട്ടോ അമീറിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ യാത്രയിൽ എല്ലാവരും അൽഹംദുലില്ലാ റാഹത്തായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ച്
പിന്നെ ഒരു 10-12 മണിയാകുമ്പോൾ 1 മണിക്കുള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ്, പിന്നെ മദീനത്ത് നിന്ന് പുറപ്പെട്ടിട്ട് പിന്നെ മദീന എയർപോർട്ടിലേക്ക് പോയി. ആ എയർപോർട്ടിൽ പിന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 5:05 ഞങ്ങൾ ഫ്ലൈറ്റ് കയറി പിന്നെ ഇവിടെ റിയാദിലെത്തി. റിയാദിൽ ഏകദേശം ഒരു 6:45 കൂടി റിയാദിലെത്തി. പിന്നെ ആ റിയാദിലെ കാര്യങ്ങളും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്ര മണിക്കാ ഫ്ലൈറ്റ് എന്നറിയോ? ഫ്ലൈറ്റ് ഞങ്ങൾക്കുള്ളത് ഒരു 11-11:45 ഇടയിലാണ് ഫ്ലൈറ്റ് വരുന്നത്. അത് പൊന്തി ഏകദേശം പിന്നെ ഒരു 12:15-12:30 അടുക്കുമ്പോഴാണ് രാത്രി ഭക്ഷണം കഴിച്ച ഞങ്ങൾ. രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച ഞങ്ങൾക്ക് പിന്നീട് ഭക്ഷണം കിട്ടുന്നത് എപ്പോഴാ? ഉച്ചയ്ക്ക്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പിന്നെ ഫ്ലൈറ്റ് പൊന്തി ഒരു 12:30 ഉച്ച സമയമാകുമ്പോഴാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്. അത് അവിടുത്തെ സൗകര്യങ്ങൾ അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു യാത്രയാണ്. ആർക്കും ഒരു പരാതിയില്ല. ആർക്കും എന്നെ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മൊക്കെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മക്ക് വിഷയം അറിയാം. ഉമ്മ പലരോടും ചോദിച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ലായല്ലേ, നിങ്ങൾക്ക് ഉച്ചക്കാണ് ഭക്ഷണം കഴിച്ചത്, നാസ്ത കിട്ടിയില്ല, പ്രയാസമായില്ലേ എന്നൊക്കെ പലരോടും ചോദിച്ചപ്പോ എല്ലാവരുടെയും മറുപടി അൽഹംദുലില്ലാ, അതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ഉംറ ചെയ്തു വരാൻ, ഇബാദത്തുകൾ ചെയ്യാൻ ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നല്ലോ, അൽഹംദുലില്ലാ, ഒരു ദിവസം നാസ്ത കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊരു മറുപടി. അല്ലെ, നല്ലൊരു ഗ്രൂപ്പായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ നിങ്ങൾക്കാകുന്നല്ല പറയുന്നത്. എയർപോർട്ടിന്റെ ഉള്ളിൽ പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അവിടെ എല്ലാം ക്ഷമ പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടത്തെ ഉണ്ടാകുന്ന ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ഫ്ലൈറ്റ് ചിലപ്പോൾ വൈകുന്ന അവസ്ഥകൾ ഉണ്ടാകും. മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ ഫ്ലൈറ്റ് പൊന്തി എന്തെങ്കിലും ഒരു അപകട സൂചന വന്നു, വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കും. അല്ലെ, ഇതൊക്കെ യാത്രയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നശിച്ച ഗ്രൂപ്പ്, അതുപോലെ തന്നെ നശിച്ച അമീർ, അങ്ങനെയൊക്കെ ചിന്തകളും വർത്തമാനങ്ങളും നമ്മളിൽ വന്നു പോയാൽ നമ്മൾ പിന്നെ ആ ഒരു വിവാദത്തിൽ പോയിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മുടെ മനസ്സ് പറയേണ്ടത് എന്താ? ഞാനൊരു വിവാദത്തിലാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം നേടാൻ വേണ്ടി പോകാണ്. ആ ഒരു യാത്രയിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അവിടെ എല്ലാം ക്ഷമിക്കാൻ, സബറുൻ അൻ തഅത്തില്ല, സബറുൻ അൻ മഹാരിമില്ല, സബറുൻ അലാ ഖദാരില്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ അവിടെ ക്ഷമ വേണം. അവിടെ നമ്മൾ ക്ഷമക്കേട് കാണിച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ആ ഇബാദത്തുകളിൽ നിന്ന് നമ്മൾ തെന്നി മാറും. നമ്മുടെ മനസ്സ് അശ്രദ്ധയിലായി പോകും. മഹാരിമില്ല, അള്ളാഹു ഹറാമാക്കിയതിന്റെ മുമ്പിൽ നമുക്ക് ക്ഷമ ഉണ്ടാകണം. അതല്ലെങ്കിൽ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ നാവും അതിലേക്ക് പാഞ്ഞു സഞ്ചരിക്കും. അവിടെ നമുക്ക് അതിലേക്ക് നമ്മുടെ അവയവങ്ങൾ പോകാതെ നമുക്ക് നിയന്ത്രിക്കാൻ, നമ്മുടെ കൽബിനെ പിടിച്ചടക്കാൻ നമുക്ക് അവിടെ ക്ഷമ ഉണ്ടാകണം. അതുപോലെ തന്നെ സബറുൻ അലാ ഖദാരില്ലാഹി സുബ്ഹാനഹു വ തആല. നമ്മുടെ ജീവിതം അല്ലാഹുവിന്റെ തീരുമാനമാണ്. എന്തൊക്കെ നമ്മൾ ഉംറ ചെയ്യണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിലേ നമ്മൾ ഉംറ ചെയ്യുള്ളൂ. ഉംറ ക്ലാസ്സിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളാരും ഉംറ ചെയ്യണമെന്നില്ല. മക്കത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മളാരും ഉംറ ചെയ്യണമെന്നില്ല. അത് അള്ളാന്റെ തീരുമാനം ഉണ്ടെങ്കിലേ നമ്മൾ ഉംറ ചെയ്യുള്ളൂ. അല്ലെ, നമുക്കൊരു ഉറപ്പില്ല. അതുപോലെ തന്നെയാണ് അതിൽ പല പ്രയാസങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം, ചിലപ്പോൾ സന്തോഷങ്ങൾ ഉണ്ടായേക്കാം. അവിടെയെല്ലാം അള്ളാന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി ക്ഷമയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ട് ജിദ്ദ എയർപോർട്ടിലെത്തും. ജദ്ദ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എന്തൊക്കെ ഉണ്ടായോ അതൊക്കെ അവിടെ ഉണ്ടാകും. ക്ഷമയോടെ നമ്മൾ ക്യൂവിൽ നിന്ന് അവിടുത്തെ എമിഗ്രേഷൻ ചെക്കിങ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അവിടെ പോകാനുള്ള ബസ് റെഡി ആയിട്ടുണ്ടാവും, ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അവിടുത്തെ ആളുകൾ നമ്മളെ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകൾ ചെയ്യുന്ന, അതായത് ഉംറയുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏത് ഫ്ലൈറ്റ് വേണം, ഏത് ബസ് വേണം, നമുക്ക് തോന്നിയ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ മന്ദൂബ് നിശ്ചയിച്ച ബസ് വന്നിട്ടില്ല എങ്കിൽ ആ ബസ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ കാത്തു നിൽക്കണം. ഇതൊക്കെ എന്തിനാ നേരത്തെ പറയണമെന്ന് അറിയോ?
ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ വർത്തമാനങ്ങൾ കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ എന്ത് ചെയ്യും, പിന്നെ അത് തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതൊക്കെ മുൻകൂട്ടി പറയുന്നത്. ചിലപ്പോ നേരത്തെ വരും, ചിലപ്പോ നേരം വൈകും. അവിടെയൊക്കെ നമ്മൾ ക്ഷമ കാണിക്കണം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ നേരത്തെ നിങ്ങൾ അറിയിക്കുന്നത്. പറ്റാണെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സിം എടുക്കുക. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റൂമിൽ ചെന്നിട്ട് സിം എടുക്കുക. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉംറ കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എല്ലാവർക്കും ഓരോ സിം ഉണ്ടാകണം. ഭാര്യയ്ക്കൊരു സിം ഉണ്ടാകണം, ഭർത്താവിനൊരു സിം ഉണ്ടാകണം. എന്തിനാ 2 പേർക്ക് ഒരു സിം, ഓരോ സിമ്മുകൾ? ഒരു സിമ്മ് പോരെ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം റൗദക്ക് സിം അനിവാര്യമാണ്. അവിടെ നമുക്ക് പിന്നെ പാസ് അവിടെ റൗദക്കുള്ള പാസ് അത് ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളെ കാണാതായി കഴിഞ്ഞാൽ പലപ്പോഴും ഭാര്യമാരെ കാണാനില്ല, ഭർത്താക്കന്മാരെ കാണാനില്ല. അമീറെ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക. ഈ ലക്ഷക്കണക്കിന് ആളുകളോട് നമുക്ക് എവിടെ പോയി അന്വേഷിക്കാനാ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ചിലപ്പോ 30 റിയാലാകും, ചിലപ്പോ 60 റിയാലാകും. അത് നമ്മുടെ പിന്നെ പ്ലാനുകൾ അനുസരിച്ചിട്ടാണ്. ഒരാഴ്ചത്തേക്ക് മതിയോ 30 റിയാലാകും, 2 ആഴ്ചത്തേക്ക് മതിയോ 60 റിയാലാകും, 3 ആഴ്ചത്തേക്ക് വേണോ, അതല്ലെങ്കിൽ പോയി വരുന്നത് വരെ ഉഷാറായിട്ട് നമുക്ക് നെറ്റും കാര്യങ്ങളും കോളുകളും ഒക്കെ ഉഷാറായിട്ട് ഉപയോഗിക്കണോ എങ്കിൽ 90 റിയാലാകും. അതെന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ എത്ര പേരാണോ പോകുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യണം, ചെറിയ മക്കൾ ഒഴിച്ച് 24 മണിക്കൂർ നമ്മുടെ കൂടെ കൊണ്ടടക്കണം. ആ മക്കൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ആളുകൾക്കും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സിം എടുക്കണം. ആ സിമ്മില്ലാത്ത പ്രശ്നങ്ങൾ ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ആളുകളെ കാണാതായി കഴിഞ്ഞാൽ കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കുറേ അന്വേഷിച്ചടക്കണം. പിന്നെ കഴിഞ്ഞ യാത്രയിൽ ഉച്ചയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ഉമ്മയെ, ഉച്ചയ്ക്ക് ഏതുമ്മ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് റാഹത്തായിരുന്നു എന്ന് പറഞ്ഞ ഒരു മൈമൂനത്ത എന്ന പേരുള്ള ഒരു പ്രായമുള്ള ഒരു 60, 70, 80 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയാണ്. ആ ഉമ്മയെ ജുമുഅ നമസ്കാരത്തിന് ശേഷം മക്കളോട് പറഞ്ഞു. ആ ഉമ്മയുടെ മോളുണ്ടായിരുന്നു, ആ ഉമ്മയുടെ മരുമക്കൾ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, മക്കളെ ഞാനിവിടെ ഇരുന്നോളാം, ഇശായിൽ നിങ്ങൾ ഇവിടെ എത്തിയാൽ മതി, അപ്പോ നമുക്ക് ഒന്നിച്ചു പോകാം എന്നും പറഞ്ഞു. അപ്പോ പിന്നെ ആ ഉമ്മ ഇവരുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, മൗലവി ഞാനിവിടെ ഇരിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് ഇശായിൽ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി ഇശാ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, അസറും മഗ്രിബും ഒക്കെ ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞ് ആ ഉമ്മ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ മക്കൾ പോന്നു. ഉമ്മ പിന്നെ നിർബന്ധിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ മക്കൾ പോന്നു. കുറെ പിന്നെ ജുമാ കഴിഞ്ഞ് ഇറങ്ങി ഏകദേശം നമ്മളുടെ റൂമിന്റെ അടുത്തേക്ക് എത്താറായപ്പോ എനിക്കൊരു ഫോൺ വരുന്നു. അവിടെയുള്ള ഏതോ ഒരു അറബി വിളിക്കാണ്. പിന്നെ അവരുടെ ഭാഷയിൽ സംസാരിക്കാണ്. പിന്നെ മൈമൂന എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ ഗ്രൂപ്പിലുണ്ടോ, അവര് ഇന്ന സ്ഥലത്തുണ്ട്. അപ്പൊ ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവരോടുമായിട്ട് സംസാരിച്ചു. എന്താണ് പിന്നെ നിങ്ങൾ ഇശായിൽ ഇറങ്ങാം എന്നല്ലേ പറഞ്ഞത്, എന്ത് നിങ്ങൾ പിന്നെ ഇപ്പൊ തന്നെ പുറത്തിറങ്ങി? അല്ല മൗലവി ഞാൻ മരുന്ന് കഴിക്കാൻ മറന്നുപോയി, അപ്പോ അതുകൊണ്ട് എനിക്ക് മരുന്ന് കഴിക്കാതെ പറ്റണില്ല, തലവേദന എടുക്കുന്നു, തല ഇറങ്ങുന്നു, പല പ്രയാസങ്ങളെ അനുഭവിച്ചു. അപ്പൊ ഞാൻ പള്ളിന്റെ പുറത്തിറങ്ങിയതാണ്. ഇത് നമ്മുടെ നവോത്ഥാന പള്ളിയോ ബുസ്താൻ പള്ളിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള പള്ളിയോ പോലെയല്ല. ഏതെങ്കിലും ഒരു ഡോറിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമിലേക്ക് എത്താൻ കഴിയില്ല. പല ഡോറുകൾ ഉണ്ടാകും, പല പേരിലുള്ള ഡോറുകൾ ഉണ്ടാവും, പല വഴികളുണ്ടാവും, ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും. മനസ്സിലായോ? ആ ഉമ്മയെ പിന്നെ കിട്ടുന്നത് മഗ്രിബിന്റെ തൊട്ട് മുന്നുള്ള സമയം. ആ ഉമ്മാന്റെ കയ്യിൽ ഫോണില്ല. ആ ഉമ്മ എന്റെ നമ്പർ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് അൽഹംദുലില്ലാഹ് എന്റെ നമ്പർ പിന്നെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പർ കാട്ടിയിട്ട് പലരെ കൊണ്ടും ആരൊക്കെ കാണുന്ന കുറെ മലയാളികളെ കൊണ്ട് വിളിപ്പിച്ചു, കുറെ ഹിന്ദിക്കാരെ കൊണ്ട് വിളിപ്പിച്ചു, കുറെ അറബികളെ കൊണ്ട് വിളിപ്പിച്ചു. മഗ്രിബിനാണ് കിട്ടിയത് അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ നമുക്ക് ആവശ്യമാണെന്ത്, ഒരു സിമ്മും ഫോണും നിർബന്ധമാണ്. റൗദയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പാസ് ഉണ്ടാകണം. ഞാൻ അനുഭവങ്ങൾ പറയാണ്. പിന്നെ ഒരു ടൈമിൽ 8:30 എന്ന ടൈമിൽ 4 പേര് പിന്നെ പോയിട്ട് 6 പേര് ഒന്നിച്ചു പോയിട്ട് പിന്നെ ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നു. ഒരു വീൽ ചെയറിൽ ഒരു ഉമ്മ, പിന്നെ വയ്യാത്ത പിന്നെ എടവനക്കാട് നിന്ന് വരുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർ വീൽ ചെയറിൽ ഉന്തിപ്പോയ ഒരു സ്ത്രീയും, അങ്ങനെ ഇവര് പിന്നെ ഒന്നിച്ചു പോകാണ്. ഈ റൗദയിലേക്ക് പോകാൻ വേണ്ടി രാത്രി 8:30 പോകാണ്.
അങ്ങനെ 6 പേർക്കും കൂടെ ഒരു മൊബൈൽ ഉണ്ട്, ഒരു പാസ് ഉണ്ട്. വേറെ ആരുടെ മൊബൈൽ ഇല്ല, സിമ്മില്ല. ആ റൗദയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ട് മുമ്പാ എന്റെ മൊബൈലിലേക്ക് എന്ത് വന്നത്, ഈ പാസ് വന്നത്. തൊട്ടടുത്തുള്ള ഒരു സഹോദരന്റെ കയ്യിൽ നിന്ന്, ഇവരാരടുത്തും ഫോണില്ല, തൊട്ടടുത്തുള്ള സഹോദരന്റെ കയ്യിൽ നിന്ന് ഞാൻ പിന്നെ മൊബൈൽ വാങ്ങി അതിലേക്ക് പിന്നെ അദ്ദേഹത്തിന്റെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ആ മൊബൈൽ ഫോൺ എന്ത് ചെയ്തു, പിന്നെ ഇവരെ കയ്യിലേക്ക് കൊടുത്തു. എനിക്ക് പേടിയുണ്ട്, ഈ ഫോൺ എങ്ങാനും ലോക്കായി കഴിഞ്ഞാൽ അവർക്ക് തുറക്കാൻ കഴിയില്ല. എന്നിട്ടും പോയി അവരെന്ത് ചെയ്തു, പോയ ആൾക്കാർ 3 പേര് ഫോണും പിടിച്ചിട്ട് എന്ത് ചെയ്തു, ആരോഗ്യമുള്ളവർ വേഗം നടന്നുപോയി. ആരോഗ്യമില്ലാത്ത ഈ വീൽ ചെയർ നിൽക്കുന്ന ആൾക്കാരെന്ത് ചെയ്തു, വേറെ വഴിക്ക് പോയി. ഇവരെടുത്ത് പാസ് ഇല്ല, ഇവര് പുറത്താക്കപ്പെട്ടു. ഇവരെടുത്ത് പാസ്സില്ല. പാസ്സില്ലാത്ത പ്രശ്നമാണോ, നമ്മൾ എടുത്തു കൊടുക്കാത്ത പ്രശ്നമാണോ? എല്ലാം 6 പേർക്കും പാസ് ഉണ്ട്. എന്താ സംഭവിച്ചത്? മൊബൈൽ ഫോണുള്ളവർ നേരത്തെ പോയി വേറെ വഴിക്ക് പോയി, വീൽ ചെയറിന്റെ ആൾക്കാർ വേറെ വഴിക്ക് പോയി. ഇവർക്ക് കാണിക്കാൻ ഇവരുടെ കയ്യിൽ പാസ് ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു, ഇവരെടുത്ത് മൊബൈൽ ഇല്ലാത്ത സാഹചര്യം വന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും മൊബൈൽ വേണം, എല്ലാവർക്കും സിം വേണം, ആ സിമ്മിൽ നെറ്റ് വേണം. അതൊക്കെ അനിവാര്യമാണ്. അതിന് നമ്മൾ 60 റിയാലോ 90 റിയാലോ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോ അതൊന്നും നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല. അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസകൾ നിങ്ങൾ എന്ത് ചെയ്യണം, റിയാലുകൾ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, മാറിപ്പോകണം. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ, നിങ്ങളുടെ കുടുംബക്കാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഈത്തപ്പഴോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വാങ്ങണമെങ്കിൽ അതിനൊക്കെ റിയാലുകൾ ആവശ്യമാണ്. അതൊക്കെ നാട്ടിൽ നിന്ന് കരുതി ഏകദേശം ഇന്ത്യൻ മണി ഒരു 10,000 രൂപയെങ്കിലും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നുള്ളൂ. 10,000 രൂപയെങ്കിലും പിന്നെ വാങ്ങി പോകുക. കാരണം എന്തറിയോ, ഇപ്പൊ ആകെ പ്രശ്നമായല്ലോ. 85,000 ഇവിടെ കൊടുത്തു, ഇനിയിപ്പോ പിന്നെ 10,000 വേറെ വേണമെന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയാൽ മതി. അവിടെ നമ്മൾ തെണ്ടിത്തിരിഞ്ഞ് പിന്നെ റിയാലുകൾ പിന്നെ ഇന്ത്യൻ മണി കൊടുത്തിട്ട് മാറ്റാൻ നിന്നാൽ വമ്പൻ നഷ്ടം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇവിടുന്ന് മാറ്റി പോവുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങുക, ആവശ്യമില്ലേ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അത് വീണ്ടും ഇന്ത്യൻ മണിയിലേക്ക് എന്ത് ചെയ്യുക, മാറ്റാം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ നിർബന്ധിക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കാര്യങ്ങളും അനുഭവങ്ങളും നിങ്ങളെ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ജിദ്ദ എയർപോർട്ടിലെത്തി നമുക്ക് നിശ്ചയിച്ച ബസ് വന്നാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കയറുക. എല്ലാ ബസ്സിലും കയറരുത്, നമുക്ക് നിശ്ചയിച്ച ബസ് ഉണ്ട്, അതിൽ നമ്മൾ കയറി നമ്മുടെ റൂമിലേക്കാണ് നേരെ പോവുക. ചിലപ്പോൾ റൂം സെറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ റൂം സെറ്റ് ആയിട്ടുണ്ടാവില്ല. അവിടൊക്കെ പല പ്രയാസങ്ങൾ ഉണ്ടാകും അല്ലെ. യാത്രയാണ്, അവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. ഇതൊക്കെ മുൻകൂട്ടി പറയണത് ഇത് ക്ഷമ അനിവാര്യമായതുകൊണ്ടാണ്. നമ്മുടെ ഒരു മോശമായ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ ബാത്തിലാകരുത് എന്ന് പിന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫാമിലി റൂം ചോദിക്കരുത്. ഫാമിലി റൂം നമുക്ക് തരാൻ കഴിയില്ല, അങ്ങനെ തന്നെ തുറന്നു പറയാണ്. ഇനി പിന്നെ വളരെ അത്യാവശ്യമാണ് മൗലവി എങ്കിൽ അവിടെ വെച്ച് പറയാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഫാമിലി റൂം പറഞ്ഞാൽ അത് പിന്നെ ഞങ്ങൾ തരാൻ നിർബന്ധിതരാവുകയാണ്. 5 ആളുകൾ വീട്ടിൽ നിന്നുണ്ടോ, അതുപോലെ തന്നെ 6 ആളുകൾ ഒരു വീട്ടിൽ നിന്നുണ്ടോ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഒരു കാരണവശാലും പിന്നെ കിടക്കാൻ പാടില്ലാത്ത ആളുകൾ, കൂടിച്ചേരാൻ പാടില്ലാത്ത ആളുകൾ, അവർക്ക് വേണ്ടി നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്കൊരു റൂം കൊടുക്കാൻ പറ്റൂല. ഒരു റൂം കൊടുക്കാൻ പറ്റൂല. മഹ്റമുകളായ ആളുകൾ അവരെ ഒരു റൂമിൽ താമസിക്കുക, അതായത് വിവാഹ ബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ അവര് മാത്രം റൂമിൽ ഉണ്ടാകാൻ പാടൂ. അത് 5 or 6 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് അവർക്ക് ഫാമിലി റൂം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബാക്കി 2 ആളോ 3 ആളോ 4 ആളോ ഒക്കെ ചോദിച്ചു വന്നാൽ 2 ആൾക്കും 3 ആൾക്കൊന്നും ഏതായാലും നടക്കൂല. 4 ആളുകളൊക്കെ അവിടെ നിന്ന് നോക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാ ഗ്രൂപ്പുകളും തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുപോകും അല്ലെ. നമ്മൾ നേരെ വിപരീതം, തരാമെന്ന് പറയില്ല. അവിടെ എത്തിയിട്ട് ഇൻഷാ അല്ലാഹ് സാഹചര്യങ്ങളൊക്കെ ഒത്തുണെങ്കിൽ വരികയാണെങ്കിൽ റൂമുണ്ടോ നിങ്ങൾക്ക് തരും, സന്തോഷമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഓഫർ ചെയ്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ റൂം തരാൻ പറ്റൂല കേട്ടോ എന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് തളരും. അതുകൊണ്ട് ഞങ്ങൾ നേരെ വിപരീത പറയുള്ളൂ, ഒരിക്കലും തരാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഏതാ റൂം കിട്ടുന്നത് ഉണ്ടോ എങ്കിൽ തരാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഒതുങ്ങിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഫാമിലി ആയിട്ട് തന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ഒതുങ്ങി ഇങ്ങനെ പോകും. അങ്ങനെയും പല ആൾക്കാരുണ്ടാവും നമ്മൾ ഗ്രൂപ്പിൽ. അപ്പൊ അത് മറ്റുള്ളവർക്കൊക്കെ ഒരു വിഷമം
വിഷമം ഉണ്ടാക്കും. അവര് വേറെ ആരായിട്ടും അടുപ്പില്ല, വേറെ ആരായിട്ടും സംസാരങ്ങളില്ല, ഭർത്താവ് മറ്റുള്ള പുരുഷന്മാരായിട്ട് ഇടപഴകുന്നില്ല, ഭാര്യ മറ്റുള്ള സ്ത്രീകളായിട്ട് ഇടപഴകുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോ പല അസ്വസ്ഥതകളും ഒക്കെ ഗ്രൂപ്പിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അവിടെ ചെല്ലുമ്പോ ഭാര്യ ഉപേക്ഷിക്കണമെന്നോ തലാഖ് ചെല്ലണമെന്നോ ഒന്നല്ല പറയുന്നത്. ഭാര്യ ഭാര്യ തന്നെയാണ്, ഭർത്താവ് ഭർത്താവ് തന്നെയാണ്. എല്ലാവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇടപഴകുക, സംസാരിക്കുക, എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മരണം വരെ വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു ബന്ധമായിട്ട് മാറും. നമ്മൾ തിരിച്ചു വരുമ്പോ പിന്നെ എയർപോർട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടല്ലാതെ നമ്മൾ പിരിയൂല എങ്കിൽ ആ ഒരു രൂപത്തിൽ ഒരു 10-14 ദിവസത്തെ ബന്ധം അത് വളരെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു ബന്ധമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ഫാമിലിയിൽ മാത്രം ഒതുങ്ങിപ്പോയാൽ അത് നടക്കുകയില്ല. എല്ലാവരായിട്ട് എന്ത് ചെയ്യുക, പിന്നെ പുരുഷന്മാര് ഒന്നിച്ചു പോവുക, സ്ത്രീകൾ ഒന്നിച്ചു പോവുക, പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ മാറിപ്പോകുന്ന അവസ്ഥകളൊന്നും ഉണ്ടാകരുത്. എല്ലാ സമയത്തും പുരുഷന്മാരെല്ലാവരും ഒന്നിച്ച് താമസിച്ച് ഒന്നിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. സ്ത്രീകൾ ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് താമസിച്ച് ഒന്നിച്ച് പോയി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എല്ലായിടത്തേക്കും സ്ത്രീകളുടെ ഭാഗത്തേക്ക് പുരുഷന്മാർക്ക് കയറി ചെല്ലാനോ അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് സ്ത്രീകൾക്ക് കയറി ചെല്ലാനോ പറ്റുകയില്ല. അപ്പൊ അവിടെ പിന്നെ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സ്ത്രീകളെ കൂട്ടത്തിൽ തന്നെ നിർത്തുക, പുരുഷന്മാരെ കൂടെ തന്നെ നിൽക്കുക. അപ്പൊ റൂമിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏതാ റൂം നിശ്ചയിക്കുന്നത്? നമ്മള് പിന്നെ വലിയ മെത്തകളിൽ കിടന്നുറങ്ങാൻ വേണ്ടി സുഖലോലുപതക്ക് വേണ്ടിയിട്ടല്ല പോകുന്നത്. അത് വിചാരിച്ചതൊക്കെ ഞാൻ നെഗറ്റീവ് പറയുമ്പോൾ ഇത് ഫുള്ള് നെഗറ്റീവ് ആണല്ലോ എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഞാനിത് പറഞ്ഞു വെക്കുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ വലിയ വലിയ ഓഫറുകളൊക്കെ നൽകിയിട്ട് നിങ്ങൾ വിചാരിച്ച രൂപത്തിൽ ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യും, പല വിഷമങ്ങളും ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ പിന്നെ കടന്നുറങ്ങി സൂയിക്കാനല്ല പോണത്. നമ്മൾ തവാഫിനും ഇംറക്കും അതുപോലെ തന്നെ നമ്മൾ ഇബാദത്തുകൾക്ക് വേണ്ടി പോകുമ്പോൾ അതൊന്നും വലിയ പ്രശ്നങ്ങളാക്കി എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻഷാ അല്ലാഹ് പോകുക. നിശ്ചയിച്ച റൂമിൽ അവിടെ ചെല്ലുമ്പോൾ ചാവി തരും. അബൂബക്കർക്ക് ഇവിടെ പോയിക്കോ, ജബ്ബാർക്ക് ഇവിടെ പോയിക്കോ, സത്താർക്ക് അവിടെ പോയിക്കോ, ഇന്ന ആള് ആമിൻ താത്ത അവിടെ പോയിക്കോ, അങ്ങനെ ഓരോരുത്തരെ പേര് വിളിച്ചിങ്ങനെ ചാവി തരുമ്പോ ആ ചാവി കൊണ്ട് എന്ത് ചെയ്യുക, സന്തോഷത്തോടെ റൂമിലേക്ക് പോകുക, ലഗേജ് വെക്കുക. ലഗേജ് വെച്ച് നമ്മൾ നേരെ ഭക്ഷണത്തിന്റെ ടൈം ആണെങ്കിൽ ഭക്ഷണം കഴിക്കുക, അതല്ലെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഉംറയ്ക്ക് പോകുക. ഉംറ സ്റ്റാർട്ട് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങൾ ബാക്കി തുടർച്ചയായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പറയും. ഇത് കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പൊ തന്നെ 6 മണി കഴിഞ്ഞു. കുറഞ്ഞ സമയം കൊണ്ട് ഇതൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഓരോന്നും എടുത്ത് പറയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഉംറയ്ക്ക് പോകുകയാണ്. ഇഹ്റാമിൽ നമ്മൾ പ്രവേശിക്കും. എവിടെ നിന്നാണെന്ന് പറയും, നമ്മൾ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ പിന്നെ മീഖാത്ത് എത്തുമ്പോൾ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അനൗൺസ്മെന്റ് വരും. നമ്മുടെ കുളി എവിടുന്ന് കഴിഞ്ഞു, നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. കുളി നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ യാത്രയൊക്കെ പുറപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച്, വാഹനത്തിൽ കയറുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ഫ്ലൈറ്റ് നമ്മൾ കയറി പിന്നെ നമുക്ക് നിശ്ചയിച്ച പിന്നെ ഏകദേശം ജിദ്ദ എയർപോർട്ടിന്റെ അരമണിക്കൂർ, ജിദ്ദ എയർപോർട്ടിൽ എത്തുന്നതിന്റെ ഒരു 10-20 മിനിറ്റ് മുമ്പ് അനൗൺസ്മെന്റ് വരും ഫ്ലൈറ്റിന്റെ ഉള്ളിൽ. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഉറക്കത്തിൽ പെട്ടുപോകരുത്. ഇനി ഉറക്കത്തിൽ പെട്ടുപോയി കഴിഞ്ഞാലും ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ സ്വന്തം റിസ്കിൽ ഏതെങ്കിലും ഒരു മീഖാത്തിലേക്ക് പോവുക, അത്ര പ്രശ്നമുള്ളൂ. അതിന്റെ പേര് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അവിടെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ചിലപ്പോ അമീറിനെ എണിച്ച് നടന്ന് മീഖാത്തായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും, ചിലപ്പോ മീഖാത്തായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അറബിയിൽ പറയും, ഇംഗ്ലീഷിൽ പറയും, അതുപോലെ തന്നെ ചിലപ്പോൾ മലയാളത്തിൽ പറയും, അതല്ലെങ്കിൽ തമിഴിൽ പറയും. ഇത് ഈ 3 ഭാഷയിലും, ഒന്നില്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ തമിഴ്, ഇതിൽ 3 ഭാഷയിൽ അനൗൺസ്മെന്റ് ചെയ്യും. ഫ്ലൈറ്റ് അവിടെ നിൽക്കും. ഒരു 2-3 മിനിറ്റോളം അല്ലെങ്കിൽ 1 മിനിറ്റിനടുത്ത് എന്ത് ചെയ്യും, ഫ്ലൈറ്റ് അവിടെ നിൽക്കും, സഞ്ചരിക്കാതെ എന്ത് ചെയ്യും, മീഖാത്തിൽ നിൽക്കും. മീഖാത്ത് എത്താറായിട്ടുണ്ട് എന്ന് അനൗൺസ്മെന്റ് വരും. മീഖാത്ത് എത്തി എന്ന് എന്ത് ചെയ്യും, അനൗൺസ്മെന്റ് വരും. അവിടെ ഫ്ലൈറ്റ് മീഖാത്തിൽ കുറച്ച് സമയം അവിടെ നിർത്തും. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാം. എന്താ പറയേണ്ടത്? പറയും, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാം. കഴിഞ്ഞു. അവിടെ മുതൽ നമ്മൾ തൽബിയത്ത് ചൊല്ലാണ്. എന്താ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ
الحمد والنعمة لك والملك لا شريك لك. കഅബ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ചൊല്ലണം. വേറെ അനാവശ്യമായ സംസാരങ്ങളോ വാക്കുകളോ ഒന്നും നമ്മുടെ നാവിൽ ഉണ്ടാകരുത്. അതോടുകൂടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. അതോടുകൂടി ലബൈക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ മീഖാത്തിൽ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്, തൽബിയത്ത് ചൊല്ലുകയാണ്. ഈ തൽബിയത്ത് ചൊല്ലിയിട്ട ജിദ്ദ എയർപോർട്ടിൽ നമ്മൾ നടക്കേണ്ടത്, ഈ തൽബിയത്തും ചൊല്ലിയിട്ട നമ്മൾ ബസ്സിൽ യാത്ര പോകേണ്ടത്, ഈ തൽബിയത്തും ചൊല്ലിയിട്ട നമ്മൾ റൂമിൽ നടക്കേണ്ടത്, ഈ തൽബിയത്തും ചൊല്ലിയിട്ടാണ് നമ്മൾ പിന്നെ തവാഫിനും സഅയിക്കും വേണ്ടി നമ്മൾ കഅബയുടെ സമീപത്തേക്ക് പോകേണ്ടത്. കഅബ കണ്ട് കാണുന്നത് വരെ പുരുഷന്മാർ ഉറക്കെ ചൊല്ല, എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ. ഫ്ലൈറ്റ് ആണ്, മടിയൊന്നും വേണ്ട, അത് സൗദി ഫ്ലൈറ്റ് ആണ്. നിങ്ങൾ ഉറക്കെ ചെന്നോ, ഒരു കേസ് ഉണ്ടാവില്ല, ഒരു പരാതി ഉണ്ടാവില്ല, ഒരാള് പോലും നമ്മളോട് മിണ്ടാതിരിക്കാൻ പറയില്ല. ഉറക്കെ ചെല്ല. സ്ത്രീകള് തൊട്ടടുത്ത് ഇരിക്കുന്ന ആള് കേൾക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, സ്ത്രീകളും ചൊല്ല. അങ്ങനെ നമ്മള് തൽബിയത്ത് ചൊല്ലി പോയി നമ്മൾ നേരെ മത്താഫിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇഹ്റാമിന്റെ വേഷത്തിലാണ് അല്ലെ. നമ്മള് റൂം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കാട്ടോ. നേരെ നമ്മൾ മത്താഫിലേക്ക്, അതിന് പ്രത്യേകമായ മത്താഫിലേക്കുള്ള വഴിയുണ്ട്. ആ വഴിയിലൂടെ നമ്മളെ കടത്തിവിടും. നമ്മൾ ചിലപ്പോ അവിടെ ചെല്ലുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. ഫർദ് നിസ്കാരത്തിന് സമയമായിട്ടുണ്ടെങ്കിൽ തവാഫിന് വേണ്ടി നമ്മൾ അനുവദിക്കുകയില്ല. അവിടെ സഫായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നേരെ തവാഫിലേക്ക്. അപ്പോ പിന്നെ കഅബ നമുക്കറിയാലോ, കഅബയുടെ മൂലകൾ. നമുക്ക് തവാഫ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? പിന്നെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നാണ് നമുക്ക് തവാഫ് തുടങ്ങേണ്ടത്. പുരുഷന്മാരെല്ലാവരും അവരുടെ ഇഹ്റാമിന്റെ വസ്ത്രം എന്ത് ചെയ്യണം, അവരുടെ വലത്തെ കക്ഷത്തിന്റെ അടിയിലൂടെ, അതായത് ഇങ്ങനെ കൈപൊക്കി കഴിഞ്ഞാൽ ഇവിടൊക്കെ കാലിയായിരിക്കും, കക്ഷക്ക് കാണുന്ന രൂപത്തിൽ വലത്തെ കക്ഷത്തിന്റെ അടിയിലൂടെ ഒരു മൂല എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇടത്തെ തോളിലിടണം. ഓക്കെ, അങ്ങനെ അത് തവാഫിൽ മാത്രം. തവാഫ് കഴിഞ്ഞാൽ പഴയതുപോലെ, തവാഫിൽ മാത്രം അങ്ങനെ പാടുള്ളൂ. തവാഫ് കഴിഞ്ഞാൽ അത് പഴയതുപോലെ തന്നെ രണ്ട് തോളും പഴയുന്ന രൂപത്തിൽ നമ്മൾ ഇടാം. അപ്പം പിന്നെ നമ്മൾ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ, ഏത് മൂലയിൽ നമുക്ക് എത്തിപ്പെട്ടാലും ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് നമ്മൾ വരണം. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തവാഫ് നമ്മൾ തുടങ്ങേണ്ടത്. ഒരിക്കലും ഓപ്പോസിറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, നടക്കരുത്. ഓപ്പോസിറ്റ് നമ്മൾ നടന്നാൽ അത് മറ്റുള്ള ഉംറ ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും തിരിഞ്ഞു നടക്കാൻ പാടില്ല, മുന്നോട്ടേ നടക്കാൻ പാടൂ. ചിലപ്പോൾ ഹജറുൽ അസ്വദ് കഴിഞ്ഞിട്ടുള്ള തൊട്ട് മൂലയിലായിരിക്കും നമ്മൾ ചെന്നെത്താം. എന്നാൽ പോലും ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹജറുൽ അസ്വദ് കാണുന്നുണ്ട് എങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ബാക്കോട്ട് നടക്കാൻ പാടില്ല. മുന്നോട്ട് നടന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹജറുൽ അസ്വദിന്റെ അടുത്ത് വരെ നമ്മൾ എത്തണം. അവിടെ നിന്നാണ് തവാഫ് തുടങ്ങുക. ഹജറുൽ അസ്വദ് ചുംബിക്കൽ അത് സുന്നത്തായ കാര്യമാണ്. പക്ഷേ നമുക്ക് ഉംറയുടെ സമയത്തൊന്നും അതിനെന്ത് ചെയ്യില്ല, സാധിക്കുകയില്ല. എല്ലാവരും പരമാവധി ഒന്നിച്ചു നിന്ന് തവാഫ് ചെയ്യാൻ പരിശ്രമിക്കുക. അത്രമാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ നിങ്ങളെ മുസ്തഫ മദനിയുടെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പാലിച്ച് എല്ലാ പുരുഷന്മാരും ഒന്നിച്ചു നിന്ന് അവസാനത്തെ പുരുഷൻ എന്ത് ചെയ്യുക, പരസ്പരം തോളോട് തോൾ പിടിച്ച് അവസാനത്തെ പുരുഷൻ അതിന്റെ തൊട്ട് പിന്നിൽ എന്ത് ചെയ്യുക, ആ പുരുഷന്റെ ഭാര്യനെ നിർത്താം. മനസ്സിലായോ? ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറയാണ്. അവസാനത്തെ പുരുഷനാരോ അദ്ദേഹത്തിന്റെ ഭാര്യയെ തൊട്ട് പിന്നിൽ നിർത്തിയിട്ട് ആ പുരുഷന്റെ തോളിൽ ആ ഭാര്യയുടെ കൈ വെച്ച് ബാക്കിയുള്ള സ്ത്രീകളൊക്കെ എന്ത് ചെയ്യുക, അതുപോലെ നിന്ന് പരമാവധി ചെയ്തു നോക്കുക. ഒരു ഒന്നിച്ചു പോകാൻ കഴിയുമെന്ന് 100% ഉറപ്പ് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ തിക്കും തിരക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണ അവസ്ഥ ഉണ്ടാകും. ഞാൻ പറയുന്നത് ഉംറ നിങ്ങൾ പഠിക്കുക, ഉംറ നിങ്ങൾ പഠിച്ചു പോകുക. വളരെ ലളിതാണ്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇത്ര ഉള്ളൂ ഉംറ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ ലളിതാണ്. അതിന്റെ 2-3 പ്രാർത്ഥനകൾ പഠിക്കുക. ആ പ്രാർത്ഥനകൾ പഠിച്ചു പോയാൽ ഒരാളുടെയും സഹായം നമുക്ക് ആവശ്യമില്ല. തവാഫങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ സഅയ് കഴിഞ്ഞെടുത്ത്, അതായത് മറവയുടെ ഭാഗത്തേക്ക് എല്ലാവരും പുറത്തിറങ്ങും. മറവയുടെ അവിടെ എല്ലാവരും പുറത്തിറങ്ങും. ആ പുറത്തെല്ലാവരും ചെയ്യുക, വെയിറ്റ് ചെയ്തു നിൽക്കുക, എല്ലാവരെയും കാത്തു നിൽക്കുക. അന്നത്തെ ഒരു ദിവസം മാത്രം, ഉംറയുടെ ദിവസം മാത്രം അവിടെ
കാത്തു നിൽക്കുക. അപ്പൊ വളരെ സിമ്പിളാണ്. ഇതെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ല, ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോകുക എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്. പലരും പിന്നെ കൂട്ടം കൂടി പോകുന്നവരുണ്ട്, പലരും പിന്നെ ഉറക്കെ ദിക്റുകളും സലാത്തുകളും ഒക്കെ പ്രാർത്ഥിച്ചും ഒക്കെ പോണവരുണ്ട്. അങ്ങനെയുള്ള തുർക്കിക്കാരൊക്കെ പോകുമ്പോ, നമ്മുടെ അടുത്ത് കൂടെ പോകുമ്പോ, ഇത് നല്ല ഗ്രൂപ്പാണല്ലോ, നമ്മുടെ അമീർ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മുടെ അമീർമാർ ഇതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ, ഈ അൽഹുദ ഗ്രൂപ്പിൽ വന്നിട്ട് കുടുങ്ങിയെന്നൊന്നും ആരും വിചാരിക്കരുത്. അതൊന്നും ഇസ്ലാമല്ല, അതൊന്നും ഇസ്ലാമല്ല. അങ്ങനെ നമ്മൾ 10, 20, 40, 50 ആളുകൾ ഒന്നിച്ച് കട്ട കൂടി നിന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, അത് ശരീരം കൊണ്ടാണെങ്കിലും അത് ശബ്ദം കൊണ്ടാണ് എങ്കിൽ പോലും മറ്റുള്ളവരുടെ ഇബാദത്തുകളെ തടസ്സപ്പെടുത്തിയാൽ അതിന്റെ പാപഭാരം കൂടി നമ്മൾ ഏൽക്കേണ്ടി വരുമെന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പൊ ഉംറ പഠിച്ചു പോകുക എന്നാണ് അതിനുള്ള പ്രതിവിധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമുക്ക് ആദ്യത്തെ സമയത്തൊന്നും ചുംബിക്കാൻ കഴിയില്ല. അതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് തവാഫ് നമുക്ക് എപ്പോഴും ചെയ്യാലോ. തവാഫിന് ഊതു കൊടുത്ത് പോയി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, എപ്പോഴും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം അപ്പൊ പോയി നിൽക്കാം. നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം? അതായത് ഫസ്റ്റത്തെ ആ ഉംറയ്ക്ക് വേണ്ടി തവാഫിന് വേണ്ടി മത്താഫിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് കൈകൾ ഉയർത്തിയിട്ട് എന്ത് ചെയ്യാം? ബിസ്മില്ലാ അല്ലാഹു അക്ബർ പഠിച്ചോട്ടോ. ബിസ്മില്ലാ അല്ലാഹു അക്ബർ. അവിടെ നമ്മൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാണ്. റുക്കുനുൽ യമാനി വരെ, അവസാനത്തെ മൂല വരെ, അതായത് ഹജറുൽ അസ്വദിന്റെ തൊട്ട് മൂല വരെ നമുക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് പണി പൂർത്തിയായി കഴിഞ്ഞാൽ അത് ഞങ്ങൾ പറ്റുന്ന പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം എന്നേ പറയുന്നുള്ളൂ, ഉറപ്പില്ല. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിലോ മലയാളത്തിലോ ഒക്കെ പ്രാർത്ഥിക്കുക ഇഷ്ടമുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാഹുവിനോട് പറയാനുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ചോദിക്കാനുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യാനുണ്ട്. അങ്ങനെ ദിക്റുകളും സലാത്തുകളും പ്രാർത്ഥനകളും ഖുർആൻ ഓതിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? റുക്കുനുൽ യമാനി വരെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ പോകാം. റുക്കുനുൽ യമാനി തൊടാൻ കഴിയുകയാണെങ്കിൽ തൊടാ, നിർബന്ധമില്ല. തൊടാൻ കഴിയുകയാണെങ്കിൽ തൊടാ. ഉംറയ്ക്ക് പറഞ്ഞല്ലോ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയില്ല, നമുക്ക് ഒന്നിച്ചു പോകണം. അപ്പൊ അതിനൊന്നും നിൽക്കണ്ട, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. തൊടാൻ കഴിയുകയാണെങ്കിൽ തൊടാ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിനൊന്നും കഴിയില്ല, നമ്മൾ നേരെ പോകുക. ആ റുക്കുനുൽ യമാനി മുതൽ ഹജർ അസ്വദ് വരെ എന്താ? പിന്നെ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരു കാര്യം പറയാനുള്ളത്, പല ബുക്കുകളിലും കണ്ടു, പല ബുക്കുകളിൽ കണ്ടിട്ടില്ല. എന്നാലും ഒരു സ്വീകാര്യമായ ഒരു പ്രാർത്ഥനയാണ്. പറ്റുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. തവാഫ് നമ്മൾ പറഞ്ഞല്ലോ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞല്ലോ, അവിടെ പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വഫാഅൻ ബിഅഹദിക വത്തിബഅൻ ലിസുന്നത്തി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പല ബുക്കുകളിലും കാണുന്നുമില്ല. അപ്പോ വേണമെങ്കിൽ ചൊല്ലുക, വേണ്ടെങ്കിൽ എന്തല്ല ചൊല്ലും വേണ്ട, നിർബന്ധമുള്ള കാര്യമൊന്നല്ല. എന്തപ്പാ പറഞ്ഞത്? അല്ലാഹുമ്മ ഈമാനം ബിക, അല്ലാഹുവേ നിന്നിലുള്ള വിശ്വാസം കൊണ്ട് ഞാനിതാ ആരംഭിക്കുന്നു. വതസ്ദീഖൻ ബികിതാബിക, നിന്റെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിയിട്ട് ഞാൻ ആരംഭിക്കുന്നു. വഫാഅൻ ബിഅഹദിക, നിന്നോടുള്ള കരാറ് പാലിച്ചുകൊണ്ട് ഞാനിതാ ആരംഭിക്കുന്നു. അല്ലാഹ് വത്തിബഅൻ ലിസുന്നത്തി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അല്ലാഹ് എന്ന് വേണമെങ്കിൽ അറിയുമെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അത് പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെ റുക്കുനുൽ യമാനി എത്തിക്കഴിഞ്ഞാൽ ഹജർ അസ്വദ് വരെ എന്ത് ചെയ്യുക? റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹജറുൽ അസ്വദ് മുതൽ ഹജർ അസ്വദ് വരെ, അതാണ് തവാഫിന്റെ ഒരെണ്ണം. അങ്ങനെ ഹജർ അസ്വദ് എത്തിക്കഴിഞ്ഞാൽ ഒന്നായി. അങ്ങനെ 7 വട്ടം നമ്മൾ എന്ത് ചെയ്യണം? ഈ കഅബയെ നമ്മൾ തവാഫ് ചെയ്യണം. കഅബയെ നമ്മൾ 7 വട്ടം നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ മഖാം ഇബ്രാഹിമിന്റെ അവിടെ പിന്നില്, അതായത് ഹജറുൽ അസ്വദിന്റെ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്വർണ്ണ കളറില്, സ്വർണം തന്നെ ആണെന്ന് അറിയില്ല, സൗദി ആണല്ലോ, അപ്പൊ ഒരു കളറിൽ എന്ത് ചെയ്യാം? പിന്നെ ഒരു സംഭവം അവിടെ കാണാം, അതാണ് മഖാം ഇബ്രാഹിം. അതിന്റെ പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ വത്തഖിദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല, വത്തഖിദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല എന്ന ആയത്ത് വേണമെങ്കിൽ ഓതാൻ, ഇനി അറിയില്ലെങ്കിൽ ഓതണ്ട, പഠിക്കുക. അത് ഞാൻ
പറഞ്ഞത്. അതൊന്നും ഇപ്പൊ എനിക്ക് ചൊല്ലാനൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചു വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് ശരീരം കൊണ്ടുള്ള കർമ്മങ്ങളാണ്. ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞാൽ ത്യാഗാണ്. അത് പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നടക്കുക. അറിയുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം. ഇപ്പൊ ഈ പറഞ്ഞതിൽ ഇപ്പൊ എന്താ പ്രയാസം? ബിസ്മില്ലാ അല്ലാഹു അക്ബർ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ ഫ്ലൈറ്റിൽ വെച്ച് നമ്മൾ പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ഉംറ. അത് നമുക്കൊരു പ്രയാസമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അത് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് ബിസ്മില്ലാ അല്ലാഹു അക്ബർ അത് നമുക്കൊരു പ്രയാസമില്ല. മറ്റേത് വേണമെങ്കിൽ നിങ്ങൾ പറയാം, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ റബ്ബന ആതിനാ ഫിദ് ദുനിയ നമ്മൾ നിരന്തരം പറയുന്ന ഒരു പ്രാർത്ഥന, ഇതുവരെ പറയുന്ന എന്താ ഒരു പ്രയാസമില്ല. അപ്പൊ അറിയണതൊക്കെ നമ്മൾ ചൊല്ലാം. അങ്ങനെ നമ്മൾ മഖാമികളായിട്ട് പേരിൽ നിന്നിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അത് കഴിഞ്ഞ് സംസം വെള്ളം കുടിക്കുക. അല്ലാഹു ബറക്കത്ത് നൽകിയ വെള്ളമാണ് അല്ലെ. ആ വെള്ളം ഇരുന്ന് കുടിച്ച് ബിസ്മില്ല ചൊല്ലി പിന്നെ പ്രാർത്ഥിക്കുക. അതൊക്കെ നമ്മൾ ചെയ്ത് നേരെ സൈക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെ നേരെ അവിടുന്ന് പോകുമ്പോ സംസം വെള്ളം കുടിച്ച് അങ്ങനെ പോകുമ്പോ നമ്മുടെ കാബ നമ്മുടെ പിന്നിലായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ ചെല്ലുന്നത് സഫയിലേക്കാണ്. ആ സഫ ഇങ്ങനെ കയറുമ്പോ നമുക്കറിയാം ഹജറാ ബീവി കയറിയ കയറ്റമൊന്നുമില്ല കേട്ടോ. അതൊക്കെ പണികളൊക്കെ പിന്നെ പണിത് കെട്ടിടങ്ങളെ പള്ളികളൊക്കെ ഉയർത്തി വലിയ പിന്നെ മാർബിളൊക്കെ വിരിച്ച് അപ്പൊ എല്ലാ സംവിധാനമാണ്. AC റൂമിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ അവിടെ ഓർമ്മ വരണം. അവര് കയറിയ കുന്നും മലൊന്നും അവിടെ കാണൂല. ചെറിയൊരു കയറ്റം അത്ര മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കയറുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് ഓതാം. ഇനി പിന്നെ അറിയുമെങ്കിൽ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. അത് ഒരു ആയത്താണ്. അറിയുമെങ്കിൽ പൂർത്തിയായിട്ട് ഓതാം. അതല്ലെങ്കിൽ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് അത്ര ഓതിയാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? കഅബയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ചെല്ലേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. തിരിഞ്ഞു നിൽക്കാനൊന്നും അവിടുത്തെ തിക്കും തിരക്കൊണ്ട് ഇപ്പോഴത്തെ പോലീസുകാർ അനുവദിക്കുന്നില്ല. മൗലവി പറഞ്ഞു തിരിഞ്ഞു നിന്നിട്ട് പ്രാർത്ഥിക്കാനാണല്ലോ. ഇവിടെ ഇപ്പൊ തിരിഞ്ഞു നിൽക്കണമെന്നും പോലീസുകാർ സമ്മതിക്കൂല. അപ്പൊ തിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പോക്ക് നേരെ അങ്ങോട്ട് മറവിലേക്ക് പോകുക. അവിടെ കാത്തു നിന്നിട്ട് തിരിഞ്ഞു നിൽക്കാനൊന്നും നേരമൊന്നും ഉണ്ടാവില്ല. അതിനൊന്നും പോലീസുകാരൊന്നും അനുവദിക്കൂല. ആ നടത്തത്തിൽ തന്നെ പ്രാർത്ഥിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഒന്നുകൂടി കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു അൻജസ വഅദ വനസറ അബദ വഹസമൽ അഹ്സാബ വഹദ. ഇത് മാത്രമേ 2-3-4 വാക്ക് അത് മാത്രമേ പഠിക്കാനുള്ളൂ. അതിപ്പോൾ 10 വട്ടം ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് കിട്ടൂല. അത് വീട്ടിൽ പോയിരുന്നിട്ട് ഇനിയുണ്ടല്ലോ ദിവസം ഫ്ലൈറ്റിലൊക്കെ വെറുതെ ഇരുന്ന് കുത്തിയിരിക്കുകയാണ്, ബസ്സിലൊക്കെ വെറുതെ കുത്തിയിരിക്കുക. ആ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി കിട്ടണില്ലേ ആ കിട്ടിയ ബുക്കൊന്ന് നിർത്തി വായിക്കുക. അത്രേ ഉള്ളൂ. അതിനൊന്നും വലിയ കഥയായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കിട്ടിയ ബുക്കൊന്ന് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ആ കിട്ടിയ ബുക്കൊന്ന് നോക്കി വായിക്കാം. അത് ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ ഇറങ്ങാം. പിന്നെ നേരെ പോകണം മറവയിലേക്കാണ്. മറവയിലേക്ക് പോകുമ്പോൾ ഒരു പച്ച ലൈറ്റിട്ട ഭാഗമുണ്ട്. ഈ സഫ മുതൽ മറവ വരെ നമുക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആ പച്ച ലൈറ്റിട്ട ഭാഗത്ത് പിന്നെ എന്ത് ചെയ്യുക? പുരുഷന്മാര് ഒന്ന് കുറച്ച് സ്പീഡിൽ വേഗത്തിൽ ഓടാം. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞത് നമ്മുടെ കാര്യങ്ങൾ നടക്കൂല എന്ന് പറയാനുള്ള കാരണം ഭർത്താവ് ഓടിപ്പോവും, ഭാര്യ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ ഒറ്റപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാധത്തുകൾക്കൊക്കെ വേണ്ടി പോകുമ്പോൾ റൂമിലൊക്കെ നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താവൊക്കെ ആയിക്കോ. പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യുക? സ്ത്രീകളെ കൂട്ടത്തിൽ പോകുക, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുക. അപ്പൊ അതൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. അത്ര മാത്രം. അപ്പൊ അവിടെ ഓടുക, പുരുഷന്മാരെ ഓടുക. പിന്നെ പച്ചലൈറ്റിട്ട ഭാഗത്ത് മറ്റുള്ളവരൊന്നും ബുദ്ധിമുട്ടിക്കരുത്. ഓട്ടം എന്ന് പറഞ്ഞിട്ട് ഓരോ ഓട്ട മത്സരമാക്കി എടുക്കരുത്. ആരും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, ആരും തള്ളിയിടാത്ത രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഓടുക. എന്നിട്ട് പിന്നെ അവിടെ പ്രാർത്ഥിക്കുക. ഇതുപോലെ മറവയിലും ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞപ്പോൾ സഫയിൽ എന്താ ചെയ്തത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ആയത്ത് ഓതാ അറിയുന്നവര് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അതിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇറങ്ങാം. ഒരു റൗണ്ടാണ്. ഇങ്ങനെ ഒരു മൂലയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ പോയിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു മൂലയാണ്. ആ റൗണ്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇറങ്ങി വീണ്ടും എന്ത് ചെയ്യുക? സഫയിലേക്ക് പോകുക. തവാഫ് പോലെയല്ല. തവാഫ് പിന്നെ ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തിയാലേ ഒന്നാകുള്ളൂ. മനസ്സിലായോ? ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തിയാലേ ഒന്നാവുള്ളൂ.
സായി അങ്ങനെയല്ല. ഇതിപ്പോ സഫ എന്ന് വിചാരിക്കാം, ഇതിപ്പോ മറബ എന്ന് വിചാരിക്കാം, ഇത് സഫ ഇത് മറബ വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ആരംഭിക്കാം, സഫയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുക. കഅബ ഈ ഭാഗത്ത് നമ്മുടെ ബാക്കിലായിരിക്കും, ഇവിടുന്നായിരിക്കും നമ്മൾ ആരംഭിക്കുക. മറബയിൽ എത്തിയാൽ ഒന്നായി, മനസ്സിലായോ? മറബയിൽ എത്തിയാൽ ഒന്നായി, സഫയിൽ തിരിച്ചെത്തിയാൽ രണ്ടായി, നീളത്തിലെ നടത്തം. ഓക്കെ, സഫയിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ രണ്ടായി, 3, 4, 5, 6, 7. സഫയിൽ തുടങ്ങി മറബയിൽ അവസാനിക്കും, സഫയിൽ തുടങ്ങി മറബയിൽ അവസാനിക്കും. സഫയിൽ നിന്ന് ആരംഭിച്ച് സഈ മറബയിൽ അവസാനിക്കും. മറബയിൽ നിന്ന് നേരെ പുറത്തേക്കുള്ള ഡോറാണ്. ആ പുറത്തേക്കുള്ള ഡോറിൽ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എല്ലാവരും വരും, ആ വരുന്നവരെ കാത്തു നിൽക്കുക. അതിൻ്റെ ഇടയിൽ പിന്നെ തവാഫ് കഴിഞ്ഞിട്ട് കാത്തു നിൽക്കണ്ട, സംസവെള്ളം കുടിച്ചിട്ടും കാത്തു നിൽക്കണ്ട, സൈൻ്റെ ഇടയിലും കാത്തു നിൽക്കണ്ട. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് അങ്ങോട്ട് സ്വന്തം ചെയ്യുക. അപ്പോൾ നല്ല ഇഖ്ലാസിൽ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ നോക്കി നിന്നാൽ ആ ഇഖ്ലാസൊക്കെ നഷ്ടപ്പെടും. ഇന്ന് പറയാ, എല്ലാവരും തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് മറവൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും അവിടെ കാണാം എന്ന നിയത്തോടു കൂടി അവിടെ നമുക്ക് പുറത്തിറങ്ങി കാത്തു നിൽക്കാം. ചിലപ്പോൾ അരമണിക്കൂർ കാത്തുക്കേണ്ടി വരും, ചിലപ്പോൾ 1 മണിക്കൂർ കാത്തു നിൽക്കേണ്ട വന്ന് അവിടെ നിൽക്കുക. എല്ലാവരും വന്നിട്ട് ഫസ്റ്റ് യാത്ര ആണല്ലോ, അപ്പൊ എല്ലാവരും വന്നിട്ട് എന്ത് പോവുക. പിന്നെ സ്ത്രീകൾ എല്ലാവരും മുടി കൂട്ടി പിടിച്ചിട്ട് ഓരോരുത്തർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, നമ്മളെ ചൂണ്ടുവരലിന്റെ വലിപ്പത്തിൽ മുറിക്കുക. പുരുഷന്മാരെന്ത് ചെയ്യുക, തല മുണ്ടനം ചെയ്യുക. മുടി മുറിക്കും ചെയ്യാം, പക്ഷെ പ്രതിഫലം കൂടുതൽ എന്താണ്, മുടി മുണ്ടനം ചെയ്യുന്നതിനാണ്, മുഴുവൻ കളയുന്നതിനാണ്. നമ്മൾ അള്ളാന്റെ കൂലി ആഗ്രഹിച്ചിട്ടാണ് പോണത്. അപ്പൊ നമ്മൾ ആ ഒരു പിന്നെ പ്രശ്നത്തിന്റെ പേരിൽ എന്റെ ഗ്ലാമർ പോകുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, അത് കളയാതിരിക്കണ്ട. കൂലി എത്ര കിട്ടണോ അതിനെന്താ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പൊ ആ മുടി കളഞ്ഞ് അതോടുകൂടി നമ്മൾ തഹല്ലുലായി റൂമിൽ പോയി എന്ത് ചെയ്യുക, നമ്മൾ കുളിച്ച് ഫ്രഷ് ആവുക. കുളിയൊന്നും പിന്നെ ഉംറന്റെ ഭാഗമല്ല കേട്ടോ, മുടി കളയണോടുകൂടി നമ്മൾ എന്തായി തഹല്ലുലായി. പിന്നെ നമുക്ക് എന്താ പിന്നെ സൗകര്യം പോലെ നമ്മൾ കുടിക്കുക, ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അത്രയൊക്കെയാണ്. പിന്നെ മസ്ജിദുൽ ഹറാം, പിന്നെ അവിടെയാണ് 1,00,000 ഇരട്ടി പ്രതിഫലമുള്ള പള്ളിയാണ്. ജമാഅത്ത് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പിന്നെ നമുക്കൊരു ദിവസം ഞാൻ എത്ര തവാഫ് ചെയ്യണം നമ്മൾ തീരുമാനിക്കാം. ആ തവാഫ് നമ്മൾ തീരുമാനിച്ചിട്ട് നമസ്കാരത്തിന് മുമ്പ്, സുബഹിക്ക് മുമ്പ്, മഗ്രിബിന് മുമ്പ്, ഇശാക്ക് മുമ്പ്, അതുപോലെ തന്നെ ളുഹറിന് മുമ്പ്, അസറിന് മുമ്പ്, അത് നമ്മൾ നിശ്ചയിക്കേണ്ടത്, വേറെ ആരുമില്ല. നമ്മൾ തീരുമാനിക്കുക എപ്പോൾ ചെയ്യണം. ശേഷം കുറച്ച് പ്രശ്നമുണ്ട്, അതായത് സുബഹിക്ക് ശേഷം നിൽക്കുമ്പോൾ നാസ്തക്ക് പ്രശ്നം വരും. അതുപോലെ തന്നെ ളുഹറിന് ശേഷം നിൽക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന് പ്രശ്നം വരും. അതുപോലെ തന്നെ ഇശാക്ക് ശേഷം നിൽക്കുമ്പോൾ രാത്രി ഭക്ഷണത്തിന് പ്രയാസം വരും. അവിടെ ടൈമിംഗ് ഉണ്ട്. ഇന്ന ടൈം മുതൽ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ 8:30-9 മണി വരെ. ആ സമയത്ത് ചെന്നാലേ ഭക്ഷണം കിട്ടുള്ളൂ. അതും നല്ല ചൂടുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ചെല്ലണം. ഈ സുബഹി കഴിഞ്ഞ ഉടനെ തുറക്കുന്ന ഭക്ഷണം 8-8:30 വരെ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി തുറന്ന് വെച്ച് വരുന്നവർക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ള ഭക്ഷണമാണ്. ഒരാള് 8:30 കയറി വന്നിട്ട് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ നേരത്തെ ടൈമിങ്ങിന് എത്തിയില്ല, ഞാനിപ്പോ ഒന്നും കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ പറ്റൂല എന്നൊന്നും നമ്മളൊരു യാത്രയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോ മക്കത്തല്ല, ഒരു തമിഴ്നാട്ടിലോ മറ്റുള്ളവർക്ക് എവിടെയെങ്കിലൊക്കെ പോയി നോക്കി, അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെന്ത് അണങ്ങേണ്ടി വരും. എങ്കിലേ നമുക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ സമയം അപ്പോഴാ. നേരത്തെ പോയാൽ നല്ല ഭക്ഷണം കഴിക്കുക, നേരം വൈകി പോയി കഴിഞ്ഞാൽ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും, എല്ലാവർക്കും എടുത്തു കൊടുത്തതിൻ്റെ ബാക്കിയായിരിക്കും. അപ്പൊ അതായിരിക്കും നമുക്ക് കഴിക്കേണ്ടി വരിക. അപ്പൊ അവിടെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം വേണമെങ്കിൽ നേരത്തെ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമയം വൈകി ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടൂല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക, ഉച്ചക്കും രാത്രിയും ഒക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മക്കത്ത് താമസിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ പിന്നെ അവിടുത്തെ മക്ക സിയാറുണ്ട്. മക്ക സിയാർ എന്ന് പറഞ്ഞാൽ ബസ്സിലാണ് മക്ക സിയാറ. അപ്പം മക്ക ആ ബസ്സിൽ നമ്മൾ പോകും. ജബലന്നൂർ അതിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ സൗർ ഗുഹ, അതും നമുക്ക് അടിയിൽ നിന്ന് എന്ത് ചെയ്യാം, മുകൾ ഭാഗം കാണാം. ഇതൊക്കെ ബസ്സിൽ പോകുമ്പോഴുള്ള സിയാറകളാണ്. എല്ലാ പാക്കേജുകളും ഏത് ഗ്രൂപ്പ് അങ്ങനെ ഉള്ളൂ. അതുപോലെ തന്നെ അറഫ, മിന, മുസ്ദലിഫ പോലെയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, മഷ്അറുൽ ഹറാം പള്ളി, അങ്ങനെയുള്ള പള്ളികളൊക്കെ നമുക്ക് ബസ്സിൽ ഇരുന്നിട്ട് കാണാം. നമ്മൾ ഇറങ്ങാൻ ജബലന്നൂറിന് താഴെ, മുകളിലേക്ക് കയറൂല.
സൗർ ഗുഹയുടെ താഴെ മുകളിലേക്ക് കയറൂല. അതുപോലെ നമ്മൾ അറഫയിൽ ഇറങ്ങും. അറഫയിൽ നമ്മൾ ഇറങ്ങും. അവിടുത്തെ പിന്നെ അവിടെ മസ്ജിദുൻ നമിറ ഉണ്ട്, അതുപോലെ തന്നെ ജബലുർ റഹ്മ ഉണ്ട് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് സമയം അവിടെ അറഫയിൽ നമ്മൾ ഉണ്ടാകും. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ നല്ല വെയിലായിരിക്കും. കൊടക്ക പറഞ്ഞത് അതിനാണ്. കൊടക്ക അറിയിച്ചിട്ടുണ്ടാവൂലേ കൊടക്ക. അപ്പൊ അതൊക്കെ അറഫയിലേക്ക് പോകുമ്പോൾ കൊടയും പിടിച്ച് പോകുക, അല്ലെങ്കിൽ ആ വെയിലും കൊണ്ടിട്ട് എന്ത് ചെയ്യും, നമുക്ക് ജലദോഷം കഫക്കെട്ടും ചുമയും പനിയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വരും. പിന്നെ നമ്മൾ മദീനയിലേക്ക് സിയാറ പോകും. അതിനിടയ്ക്ക് ത്വായിഫ് ഉണ്ടാകും. ത്വായിഫ് പോകും. ത്വായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്, കുടുംബക്കാരുണ്ടായ മാമമാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പിന്നെ അവിടെ ചരിത്ര പ്രസിദ്ധമായ ചില സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ കൊണ്ടുപോകും. അതെന്താ വെച്ചാൽ ഈ ബസ്സുകാരുടെ അവസ്ഥ അനുസരിച്ചാണ്. ബസ്സുകാർ ചിലപ്പോൾ മിസ്രികളുണ്ടാവും, ചിലപ്പോൾ മലയാളികളുണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യക്കാരുണ്ടാവും, സുഡാനികളുണ്ടാവും. അപ്പൊ അവര് കൊണ്ടുപോയാൽ കൊണ്ടുപോയി, അവര് കൊണ്ടുപോയില്ലേ അത് പിന്നെ നമ്മളാരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തായിഫിലേക്ക് പോകണതിനാ രണ്ടാമത്തെ ഒരു ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തായിഫിൽ, അതായത് അവിടെ മീഖാത്തിൽ പോയി നമ്മൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇഹ്റാം ചെയ്ത് നമ്മൾ തിരിച്ചു വന്ന് നമുക്ക് രണ്ടാമതൊരു ഉംറ ചെയ്യാം. ഒരു യാത്രയിൽ ഒരു ഉംറയേ ഉള്ളൂ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് പിന്നെ നമുക്ക് ഇനി അവസരമുണ്ടോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് വേണമെങ്കിൽ 2 3 സാഹചര്യത്തിന് ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പോകരുത്. എൻ്റെ എളാപ്പ് ഉംറ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മൂത്താപ്പ് ഉംറ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മറ്റൊരു പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് പോകരുത്. നമ്മൾ തായിഫിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ തായിഫിലേക്ക് ഒരു പോകുന്നുണ്ട്, സിയാറ പോകുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി പോകുമ്പോൾ അവിടുത്തെ മീഖാത്തിൽ പിന്നെ ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്തിൽ പിന്നെ നമ്മൾ പ്രവേശിച്ച് നമ്മൾ അവിടെ എന്താണ് ഇഹ്റാം ചെയ്ത് അവിടുന്ന് ഇതാക്കി പോരുകയാണ്. നമ്മൾ റൂമിൽ നിന്ന് പോകുമ്പോൾ തന്നെ കുളിച്ച് പോകുക, വസ്ത്രമൊക്കെ മാറ്റുന്നത് മീഖാത്തിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ വന്ന് രണ്ടാമത്തെ ഉംറ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, മദീനത്തേക്ക് ചുരുക്കി പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, സമയം ഒരുപാടായിട്ടുണ്ട്. പിന്നെ നമ്മൾ മദീനത്തേക്ക് പോകും. മദീനത്ത് ഇതുപോലെ അവിടുത്തെ മസ്ജിദ് നബവി ഉണ്ട്, അതുപോലെ തന്നെ മഖബറത്തുൽ ബഖീഉണ്ട്, അതുപോലെ തന്നെ ഉഹദ് ഉണ്ട്, ബദർ ഉണ്ട്. അവിടെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സിയാറ പോകും. 1000 ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദ് നബവി നമ്മൾ നിസ്കരിച്ചാൽ. ജമാഅത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കരുത്. റൂമിന്റെ വിഷയം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് നിശ്ചയിക്കുന്ന റൂമിൽ പോയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയല്ലോ റൂമും ഭക്ഷണമൊക്കെ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഒക്കെ റാഹത്തായിരിക്കും. ഇൻഷാ അല്ലാഹ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അങ്ങനെ നമ്മൾ മക്കത്തേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ നമുക്ക് ഒരു മീഖാത്തും കൂടെ കിട്ടും മദീനക്കാരുടെ. അങ്ങനെ 3 ചെയ്യാം. ഉറപ്പ് ഞാൻ പറയുന്നില്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഒന്നിനും ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ഈ കഴിഞ്ഞ യാത്രയിൽ ഞാൻ പഠിച്ച പാടാണ്. ഈ കഴിഞ്ഞ യാത്രയിൽ പഠിച്ച പാടാണ്. ഉംറയ്ക്ക് ക്ലാസ്സിന് 3 ഉംറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചില പ്രശ്നങ്ങൾ, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മദീനയിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് 3 ഉംറ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ 2 ഉംറയ്ക്ക് സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു. എന്ത് ചെയ്തു, നമ്മൾ എന്തായാലും ഉറപ്പ് കൊടുത്തതാണല്ലോ 3 ഉംറ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വണ്ടി എക്സ്ട്രാ തായിഫിലേക്ക് പിന്നെ ഞങ്ങൾ എക്സ്ട്രാ നമ്മളെ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കണതാണ്. ഒന്നും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ കൊടുത്ത വാക്കാണല്ലോ, അത് പാലിക്കണമല്ലോ. അപ്പോൾ അത് പാലിച്ച് അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാവൂല. അപ്പൊ അതൊക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ. യാത്രന്റെ കിടപ്പ് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറയും, ഉംറയൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റൂല. അതൊക്കെ അള്ളാന്റെ അടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അള്ളാന്റെ തീരുമാനങ്ങളാ. അള്ള തീരുമാനിച്ചാലേ എല്ലാം നടക്കുള്ളൂ. അള്ള തീരുമാനിച്ച് നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ ഇൻഷാ അല്ലാഹ് എല്ലാം ഭംഗിയായിട്ട് നടന്ന് നിങ്ങൾക്ക് മഖബൂലും മബ്റൂറുമായിട്ടുള്ള ഒരു ഉംറ നിർവഹിച്ച് വരാൻ ഇൻഷാ അല്ലാഹ് തൗഫീഖ് കിട്ടും. അതിനുവേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരല്പസമയം നമ്മുടെ ഉള്ളൂ. 6:26 6:30 മഗ്‌രിബിലേക്ക് നമ്മൾ അടുക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരുപാട് സംസാരിക്കാനുണ്ടായിട്ടോ. ഇതിപ്പോ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഒരു 7-7:30 വരെ ഞാൻ നീണ്ടുന്ന് സംസാരിക്കും. പക്ഷെ അതിനുള്ള ഒന്ന് ആരോഗ്യ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാലോ. പിന്നെ ഞാൻ വന്നിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങണം. നമ്മൾ മഗ്‌രിബിന് മുമ്പ് നിർത്തണം എന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് നിർത്താണ്. നമ്മൾ 4:00 തുടങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഉംറന്റെ കാര്യം എന്ന് പറഞ്ഞാല് എല്ലാവരും വന്നാലേ നടക്കുള്ളൂ.
കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കുക, കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ 5 മണി ഒരു ഗ്രൂപ്പൊക്കെ വന്നപ്പോൾ ഞാൻ വിഷമം പറയല്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ നേരം വൈകിയതും. ഇതുപോലെ തന്നെ അവിടെ ചെന്നാലും ഒന്നിച്ച് നിൽക്കുക. പല ദിക്കുകൾക്കും പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി അത്യാവശ്യം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിരിയാം ഇൻഷാ അല്ലാഹ്. ഓ നമ്മൾ വസ്ത്രം മാറുന്നതല്ലേ, എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ്. മരിച്ച ഉമ്മ വാപ്പാക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ നിയത്ത് വെക്കുമ്പോ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ ലി ഉമ്മി, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ ലി അബി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം. സൗദി അല്ലല്ല, ഇവിടുന്ന് മാറിപ്പോണം. നിങ്ങൾ അന്വേഷിക്കണം, നാട്ടിൽ നിന്ന് മാറിപ്പോണം. നാട്ടിൽ നിന്ന് മാറിപ്പോണം, അത് നഷ്ടമാണ്. നമ്മളെ വീടിന്റെ അടുത്ത് അന്വേഷിക്കാം. ഞാനൊരു റിക്വസ്റ്റ് പറയാണ്, പിന്നെ തൃപ്പ്യാറൊക്കെ എനിക്ക് അനുഭവത്തിലുണ്ട്, പിന്നെ 3 കൂടിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചോദിച്ചു നോക്ക്. അതെ, ഇങ്ങനെ അറിയണവരൊക്കെ ചോദിച്ചു നോക്ക്. നാട്ടിൽ നിന്ന് മാറി പോവുക, നാട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യാം. ആവശ്യം നിങ്ങൾ ഉപയോഗിക്കാം. തന്നെയും നമ്മുടെ മീക്കാത്തല്ല, അല്ല, നമുക്ക് നിശ്ചയിച്ചു തന്ന മീക്കാത്തുകളിൽ തനഈമില്ല. ഈ മസ്ജിദ് ആയിഷ അല്ലേ പറയണത്, അതാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. അല്ല, തനഈമിലെ പള്ളിയല്ല ഉദ്ദേശിക്കുന്നത്. തനഈമിലൊരു പള്ളിയുണ്ട്, അത് നമ്മുടെ മീക്കാത്തല്ല. നമുക്ക് നിശ്ചയിച്ചു തന്ന മീക്കാത്തിൽ പെട്ടതല്ല തനഈമിലെ പള്ളി. അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രത്യേകമായ സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കൊടുത്ത പിന്നെ ഒരു അനുവാദം എന്ന് അതിൽ കാണാൻ പറ്റുള്ളൂ. വേറെ ആരും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പുറമെ വേറെ ഒരാളോ സാഹാബികളുടെ കൂട്ടത്തിൽ നബിയോ ആരും ചെയ്തിട്ടില്ല, അവിടെ പോയിട്ട് ഇറാമിൽ പ്രവേശിച്ചിട്ടില്ല. പിന്നെ മക്കക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ മക്കക്കാരല്ലല്ലോ, നമ്മളിപ്പോ ഉംറയ്ക്ക് വേണ്ടി പോയ ആൾക്കാരല്ലേ, യാത്രക്കാരല്ലേ. അല്ല, അത് ഞാൻ പറയില്ലേ, അമീർ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു തരും. നിങ്ങൾ പോണോണ്ട് വേറെ പ്രശ്നം നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാതിരിക്കും. പക്ഷെ അതിന്റെ നമ്മൾ ശരിയായ ബാധത്തുകളെ അത് ബാത്തിലാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ള വിഷയത്തിൽ. നമ്മുടെ ഉമ്മ വാപ്പ, പിന്നെ വസിയത്തുള്ള ആളുകൾ, വസിയത്ത് അതായത് ഒരിക്കലും വരാൻ പറ്റാത്ത ആൾക്കാർ, സമ്പത്തില്ല, ആരോഗ്യമില്ല, അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. സമ്പത്തും ആരോഗ്യമൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി വസിയത്ത് എന്തെങ്കിലും ചെയ്യരുത്. അവര് പോട്ടെ, സമ്പത്ത് ആരോഗ്യമുള്ളവർ പോട്ടെ, അവർക്ക് വേണ്ടി ഉമ്ര ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യരുത്. സമ്പത്ത് ആരോഗ്യമുള്ളവരൊന്നും ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞ നിലവിലുള്ള ആളുകൾ, അവർക്ക് ആരോഗ്യം സമ്പത്തൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, നമ്മൾ രണ്ടാമത്തെ ഒരു ഉമ്ര മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴേ ഒന്നാമത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. നമ്മൾ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്ത് നമുക്ക് കിട്ടാതെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമുക്ക് നല്ല ഉറപ്പ് വേണം, നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളെ മനസ്സ് പറയണം അത് ശരിയായിട്ടുണ്ടെന്ന്. അതെ, ഇത് കൊടുത്തോ. ഞാനും എന്റെ മകന് ഫോണ് സാധാ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ നെറ്റുള്ള ഫോൺ ഉപയോഗിച്ചത്. അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഫോണുള്ളവരൊക്കെ നിക്കണം. അത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഉള്ളി കിടന്നവർ ഒന്നിച്ച് പോണം. 3 ആള് പഠിക്കും, 3 ആള് വേറെ
ആ സമയത്ത് വീട്ടാം. അതായത് 8:30 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8:25 പ്രവാസികൾക്ക് സമയത്ത് അമേരിക്കപ്പോ വീട്ടിൽ വരാം. 5 മിനിറ്റ്. അപ്പൊ നമ്മൾ 40 ആള് പോകും. 40 ആള് പോകുമ്പോൾ അതിൽ 10 ആളെ പേരായിരിക്കും ആ സമയത്ത് ഉണ്ടാവും. ബാക്കി 30 ആളെന്തായാലും 30 ആളുടെ സമയം ചില 10:30 മണിക്ക് 12 മണിക്ക് മനസ്സിലായില്ലേ?